ഈ പ്രായം കളിച്ചു കിടക്കേണ്ട പ്രായം എല്ലാം അമ്മയ്ക്കും അനുജനും വേണ്ടി ഉപയോഗിക്കും. ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. പിന്നെ കിടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? എന്റെ മോന് എല്ലാ സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഈ ജനിച്ചു വീണ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദ്രോഹം കാണിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു. അപ്പൊ ആ സമയത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് എല്ലാം മറച്ചു വെച്ചു? ജനിക്കുമ്പോഴും ഒറ്റയ്ക്ക്, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക്, അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് ജീവിക്കുമ്പോ ഒറ്റയ്ക്ക് ആയിക്കൂടാ? വളർത്താനൊന്നും നിവർത്തിയില്ലാത്ത സമയത്ത് അമ്മ ഗതികേട് കൊണ്ട് ജസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയി. എല്ലാ ഇമോഷൻസ് ഒതുക്കിയല്ലേ ഞാൻ വെക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. നമ്മളൊക്കെ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരുടെയും മനസ്സലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കല്ല, കേരളം ഒട്ടാകെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ മോനെ തേടിയാണ് ഞാൻ എത്തിയത്. നിഖിലും അമ്മയും അനുജനുമാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. 3 പേർക്കും സ്വാഗതമുണ്ട്. നമസ്കാരം. ഒറ്റയ്ക്കല്ല, കേരളം കൂടെ ഉണ്ട് അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ആരും ഇല്ലാതെ അനാഥയെ പോലെ കഴിഞ്ഞവരാണ് ഞങ്ങൾ 3 പേര്. ഒരു മനുഷ്യര്, ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അതായത് ആരും ഇല്ല, ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നല് എന്നിൽ നിന്ന് മാറ്റി തന്നു. അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ളവരും വെളിയിലുള്ളവരും എല്ലാവരും തന്നെ. അതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാണ്. ഒരുപാട് സന്തോഷം. നിഖിലെ എങ്ങനെ ഇങ്ങനെ ആകാൻ കഴിഞ്ഞു? നിഖിലെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. കാരണം ഒന്നും എൻ്റെ കയ്യിലല്ല. ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന അതിനെനിക്ക് ഉള്ള കരുത്ത് തരുന്നത് ദൈവം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ദൈവത്തോട് വേണം സത്യം പറഞ്ഞാൽ നന്ദി പറയാൻ. അതിന് എനിക്കറിയില്ല ഇവരെ എങ്ങനെയാണ് പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. രോഗിയായ ഒരു അമ്മ, അസുഖമുള്ള ഒരു അനുജൻ, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പുലർച്ചെയിട്ട് ആഹാരം ഉണ്ടാക്കുന്നു. ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് തിരിച്ചു വന്നതിൽ ടെൻഷൻ, ഇവർ കഴിച്ചോ എന്നുള്ള ടെൻഷൻ. വൈകുന്നേരം വരുന്നു, വീണ്ടും കിച്ചണിലേക്ക് കയറുന്നു. ഈ പ്രായം കളിച്ചു കിടക്കേണ്ട പ്രായം അല്ലെ? എല്ലാം അമ്മയ്ക്കും അനുജനും വേണ്ടി ഉപേക്ഷിച്ചു അല്ലെ? എത്ര നാളായി? അച്ഛൻ മരിച്ച കാലം തൊട്ട്, അതായത് 2015-16 ആ സമയമായപ്പം തൊട്ടേ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇപ്പൊ വരെ. ഇപ്പൊ ഞാനൊന്ന് ഫ്രീ ആണ്. പക്ഷെ അതിന് മുൻപ് വരെ. അന്ന് എത്ര വയസ്സ്? 2015 എന്ന് പറയുമ്പോൾ എനിക്ക് 9 വയസ്സ്. 9 വയസ്സില് കുടുംബഭാരം എടുത്ത ഒരു കുടുംബനാഥൻ അല്ലേ? അമ്മേ, ഇതിലൊക്കെ ഉള്ള ഒരു ഭാഗ്യമുള്ള മകനുണ്ടാവോ? ആ കണക്കിന് നോക്കുമ്പോ എന്നാൽ ഇതിൽ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചൊരു മക്കള് വേറെ അമ്മയ്ക്ക് ഉണ്ടാവുമോ? രണ്ടും ഒരേ ചോദ്യമാണ്. അതെ, ഞാൻ വളരെ അഭിമാനം കൊള്ളുക ഇങ്ങനെ ഒരു മകനെ എനിക്ക് ദൈവം തന്നേന്. കാരണം എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകന്റെ പേര് മരിച്ചു പോയായിരുന്നു. ആ മകനെ 3 മക്കളായിരുന്നു. അല്ല, അതായത് അമ്മയുടെ ഞങ്ങളുടെ 2ാമത്തെ കല്യാണത്തിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടായത്. ഫസ്റ്റ് ഒരു കല്യാണം, അതിലൊരു മോൻ ഉണ്ടായിരുന്നു, മരിച്ചു. ആ ആളുടെ പേരാണ് എനിക്ക് ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ മോൻ ഇട്ടേക്കുന്നത് നിഖിൽ. ആ നിഖിൽ എന്റെ പോയപ്പം ഈ നിഖിലിനെ ഞാൻ പേരിട്ടു. ആ നിഖിൽ എങ്ങും പോയിട്ടില്ല. ആ നിഖിലും ഈ നിഖിലും ഒന്നാണ്, ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും. അതെ അല്ലേ? അതെ. ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന മോനായിരുന്നു മരിച്ചുപോയ മോന്. അപ്പൊ ആ പ്രതീക്ഷകളെല്ലാം 7.5 വയസ്സില് ഒരു കാർ ആക്സിഡന്റിലായിരുന്നു. ആ മകനിലെ കൂടെ കാണുന്നതെല്ലാം ഞാനിപ്പൊ ഈ നിഖിലിലെ കൂടെ കാണുക. ഞാൻ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലല്ലോ. ഒരു നിമിത്തം പോലെ ആ സ്കൂളിൽ വന്ന് News 18 എടുത്ത ഒരു വീഡിയോ ഇത്ര വൈറലായി, ഇത്ര ആൾക്കാർ നമ്മളെ സ്വീകരിച്ചു, കൈ നീട്ടി സ്വീകരിച്ചു. മനസാക്ഷി മരവിക്കാത്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ. അതിന്റെ തെളിവാണ് ആ ഒറ്റ വാർത്തയ്ക്ക് പിന്നിൽ ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലേ? അതെ. നമ്മളെ തള്ളിപ്പറയുന്ന ബന്ധുക്കളുണ്ടാകാം, നമ്മളെ തള്ളിപ്പറയുന്ന സുഹൃത്തുക്കളുണ്ടാവും, പക്ഷെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര്, ഒത്തിരി പേര് വിളിക്കുന്നു. ആ സ്നേഹം മതി ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങൾ ഈ പറഞ്ഞത്, അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ആദ്യം മോൻ മരിച്ചു, നിഖിൽ.
ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്ന മകൻ മരിച്ചു, അതേ പേര് നിഖിൽ എന്ന് ഇട്ട് വിളിച്ചു. ഞാൻ അതാ പറഞ്ഞ, ആ മോനെങ്ങും മരിച്ചിട്ടില്ല, കൂടെ ഉണ്ട്. ഈ കൈ മരിച്ച നിഖിലിന്റെയാണ്, ഇടകൈ ഇപ്പോഴത്തെ നിഖിലിന്റെയാണ്. ആ രീതിക്കാണ് നിഖില് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പക്ഷെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ നിഖിലെ ജീവിതത്തില്? ഒരുപാട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയ സൂപ്പർ ഹ്യൂമൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യരെ പോലെ തന്നെ എനിക്കും ഉണ്ട് ഇമോഷൻസ്. ഞാനത് കാണിച്ചിട്ടുമുണ്ട്, ദേഷ്യം, സങ്കടം, പല രീതിക്കും. അതെല്ലാം കാണിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊരു അർത്ഥമില്ല. കാരണം ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതെനിക്കൊരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന പോലെ ഒരു ശീലമായി. പിന്നെ ഇതെല്ലാം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോൾ ചെയ്യുന്നു. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനൊരു 4-5 മണി ആകുമ്പോൾ എണീക്കും. 5 മണിക്ക് എഴുന്നേറ്റ് റൊട്ടീൻ എങ്ങനെയാണ്? പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പഠിക്കും. കുറച്ച് നേരം സമയം കിട്ടൂല. അത് കഴിഞ്ഞ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് 7:30 ആകുമ്പോൾ ബസ് വരും, ഇറങ്ങും. പിന്നെ സ്കൂളിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആവും എത്തും. ചിലപ്പോ ഇവര് അപ്പോഴൊന്നും ഫുഡ് കഴിക്കത്തില്ല. ഞാൻ വരാണ്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ വെളിയിൽ നിന്നായിരിക്കും കൂടുതലും നമ്മള് വാങ്ങിക്കാറ്. അപ്പം അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വല്ലതും വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലപ്പോ ഒന്നും അമ്മയും കഴിക്കത്തില്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയും ഒന്നും കഴിക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രമാണ് തരുന്നത്. ചില ദിവസങ്ങളൊന്നും എനിക്കും കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് എല്ലാം മറച്ചു വെച്ചു? അങ്ങനെ ഇപ്പം എനിക്ക് എന്റെ വിഷമങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് അർത്ഥമില്ല, ഒരാളോടും പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. ഇനിയും പറഞ്ഞാലും എന്താണ് അതിലൊരു ഒരു ഗുണമില്ല. അവര് കേൾക്കും. വേറെ അതിന് കൂടുതൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒന്നും അങ്ങനെ സപ്പോർട്ട് തരാനോ അങ്ങനെ ഒരു മനുഷ്യരും കൂടെ നിൽക്കില്ല. അതിപ്പോ എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും കൂടെ നിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറയാണ്ട് എന്റെ ഉള്ളിൽ തന്നെ വെച്ചു. സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് പിന്നെ ഇരുന്ന് എന്തെങ്കിലും പറ്റുമെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കും. അങ്ങനെ ടൈം കിട്ടുവാണെങ്കിൽ പഠിക്കും. പിന്നെ ബാക്കി ഇവനെ നോക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ പോയി കിടന്നുറങ്ങണം. ഒരു സ്ഥലത്തേക്കും പോകില്ല, ഇവിടെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഈ ഞാനിപ്പോ കുറെ ഇന്റർവ്യൂസ് കണ്ടു കേട്ടോ. ഇന്റർവ്യൂസിലൊക്കെ കുറെ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്, കണ്ണ് നനയിക്കുന്ന മുഹൂർത്തങ്ങൾ. എനിക്ക് രസകരമായ ഒരു മുഹൂർത്തം പൂർണ്ണമായിട്ട് എനിക്ക് ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്ത 2 മുഹൂർത്തങ്ങൾ, അത് ചോദിച്ചോട്ടെ? പ്രണയിച്ച കുട്ടി ഇതെല്ലാം അറിയുന്നുണ്ടോ? അറിയാം. ആള് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. കാര്യം ആൾക്കും ഇതൊന്നും അറിയില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരെടുത്ത്. ഒരു മനുഷ്യർക്കും അറിയില്ല. അപ്പൊ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സ്, അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മേനെ ഏറ്റവും മുമ്പ് അറിയുന്ന സ്കൂൾ ഫ്രണ്ട്സ്, അവർക്കൊന്നും ഇത് അറിയില്ല. അവരെല്ലാരും വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ രോഗമുണ്ട്, ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പം പിന്നെ ഇത് അറിഞ്ഞവര് പോലും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് സത്യം. പിന്നെ അതിൽ ഏറ്റവും വലിയ എക്സാമ്പിള് നമ്മുടെ ബന്ധുക്കൾ. ഒബ്വിയസ്ലി അവരെ തന്നെ പറയാം. ഇപ്പൊ വിളിക്കണൊക്കെ ഉണ്ട് ബന്ധുക്കള്? ഒരു വിളിയില്ല, ഇപ്പോഴും ഇല്ല. അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആയപ്പോ സഹായം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എന്തെങ്കിലും പറ്റാന്ന് ഓർത്തിട്ട് ഒന്നുമില്ല. ഇപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്നും യാതൊരു കാര്യം ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ ഒന്നും ഇതുവരെ തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ ഇരുന്നിട്ട് പോലും വെറും ഒരു എന്താ പറയാ, വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളോടൊരു ബന്ധവുമില്ല. വെറും മതം. എന്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, എന്റെ അച്ഛൻ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് അവര്. ഇപ്പൊ അമ്മയുടെ സൈഡാണെങ്കിലും അച്ഛന്റെ സൈഡാണെങ്കിലും. അച്ഛന്റെ സൈഡ് ഒരു രീതിക്കും മറ്റവര് വിളിക്കുന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ഒരു രീതിക്കും ബന്ധം ഇപ്പോഴും ഇല്ല. അവര് വട്ടിയൂർക്കാവിലൊക്കെ വലിയ സ്ഥലമൊക്കെ വെച്ച് വീടൊക്കെ വെച്ച് സുഖമായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വട്ടിയൂർക്കാവിലാണ് അവരുടെ വീട്, അവര് ജീവിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളെ ഒരു രീതിക്കും ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണ് അത്, എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഈ ജനിച്ചു വീണ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദ്രോഹം കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണെന്ന് അവർക്ക് മാത്രം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. എവിടെയാണെങ്കിലും അവര് നന്നായി ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഫോണില്ലേ? ഇല്ല, എനിക്കില്ല.
അപ്പം ഇപ്പം ശ്രീനാഥ് സാറിന്റെ ഷോയിൽ നിന്ന് കിട്ടിയ പൈസക്ക് ഫോൺ മേടിക്കുന്ന ഞാൻ അറിഞ്ഞു. അന്ന് പറഞ്ഞല്ലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഫോൺ മേടിക്കുക. ഫോൺ മേടിച്ചില്ലേ? ഇല്ല അതെന്താണ്? അത് പൈസ കിട്ടിയില്ല. അത് 3 ആ, months കഴിഞ്ഞിട്ട് അതിനൊരു താമസം ഉണ്ടല്ലേ? താമസം. അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം അല്ലേ? അത് ഇതിനല്ല, ഇതിന് മാത്രല്ല. വിളിക്കാൻ ഞാൻ അതിനകത്ത് പറഞ്ഞില്ലല്ലോ. അതിനല്ല, വേറെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തില് പല ആവശ്യമുണ്ടല്ലോ ഫോൺ അല്ലെ? അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം. ഐഫോണിലേക്കൊക്കെയാണ് താല്പര്യം അല്ലെ? പഠിക്കുകയും ചെയ്യാം. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. എഡിറ്റിംഗും പിന്നെ ഗെയിമിങ് അതിനൊക്കെ. അത് ഞാൻ ശ്രീനാഥ് സാറിന്റെ ഷോയിൽ പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടാതെ താമസം കൊണ്ട് ഫോണൊന്നും ഇല്ല അല്ലെ? നമുക്ക് നോക്കാം ആരെങ്കിലും തരുമോ എന്നൊക്കെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട്. ആ പൈസ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ അല്ലെ? തീർച്ചയായിട്ടും അല്ലെ? ആ പൈസ വേറെ എന്തിനാ? അമ്മ അവിടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. ആ പൈസ എന്താന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഫോൺ ഇഷ്ടമുള്ളതെന്നാ പറഞ്ഞു. അമ്മ പറഞ്ഞു അല്ല, അമ്മ പറഞ്ഞു എനിക്ക് ഗുളിക മേടിക്കാൻ വേണമെന്നല്ല പറഞ്ഞത്. അതെ, ഞാനങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ആ ഒരു ഇതിലാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഞാൻ വീട്ടില് ഒന്നും സാധനം ഒന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും വേണമെന്ന് ആഗ്രഹമില്ല. സൈക്കിൾ ഓട്ടിക്കാൻ അറിയില്ല എനിക്ക്. അറിയില്ല, പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. സൈക്കിൾ ഓട്ടിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഒരു മൊബൈലാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പത്തെ എല്ലാരും നല്ല ഫോൺ കൊണ്ട് നടക്കുന്നു അല്ലെ? സ്കൂളിൽ പോകുമ്പോൾ നല്ല യൂണിഫോം ഇട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്നു. നോക്കുമ്പോൾ നല്ല ഹൈ ക്ലാസ്. ദുഃഖങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു അല്ലെ? ഇത്രയും കൂട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ഈ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടു കൊടുക്കാത്ത കഷ്ടമാണല്ലോ. സഹായമാണല്ലോ എപ്പോഴും വേണ്ടത്. നിസ്സാരൊരു ഫോണാണ് ആവശ്യപ്പെട്ടത്. ഞാനങ്ങനെ ആവശ്യമൊന്നും അല്ല, പെടുന്നില്ല. നമ്മളിപ്പം ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്തും പറഞ്ഞു. എല്ലാരും പലതരത്തിലാണല്ലോ മനുഷ്യര്. എല്ലാരും ഉൾക്കൊള്ളണവർ ഉൾക്കൊള്ളില്ലാത്തവരില്ല. അപ്പം അങ്ങനെ അവര് വേണമെങ്കിൽ അങ്ങനെ ഞാൻ അത് പ്രതീക്ഷിച്ചോണ്ടൊന്നും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആരെയും. നമ്മൾ ഗെയിം കളിച്ച് ജയിച്ചു, അതിന്റെ പൈസ കിട്ടുമ്പോൾ ഫോൺ മേടിക്കുന്നു പറഞ്ഞു. പൈസ കിട്ടാൻ താമസം കൊണ്ട് ഇപ്പോഴും ഫോണില്ല അല്ലേ? അതിന്റെ ഒരു സങ്കടമുണ്ട്. നമുക്ക് നോക്കാം. അമ്മയെ നോക്കുന്ന ഒരു ഭാര്യയെ വേണമെന്നാണ് പറഞ്ഞത് അല്ലെ? രണ്ടുപേര്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് മനസ്സിൽ സങ്കല്പിച്ച ഒരു പെൺകുട്ടിയാണ് അല്ലേ? ആള് പറയുന്നുണ്ട് ഇങ്ങനെ നോക്കാന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ, എല്ലാവരുടെയും വാക്കങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ആരുടെയാണ്. ഒരിക്കലും പറ്റില്ല. നമുക്ക് അവരുടെ ഉള്ളിൽ കയറി പരിശോധിക്കാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആരുടെയും വാക്ക് കണ്ണടച്ച് വിശ്വസിക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് പിന്നെ എന്നെ അത് പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. കള്ളമൊക്കെ പറഞ്ഞ് നമ്മളെ ചതിക്കാനൊക്കെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ. സ്നേഹം, ദൈവം സ്നേഹമല്ലേ? അതെ അതെ, ഗോഡ് ഇസ് ലവ്. യെസ്. അല്ല, ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഞാൻ ആ ഇന്റർവ്യൂ കണ്ടല്ല, അച്ഛന്റെ ഒരു മരണശേഷം അല്ലെ, ഗൾഫിലായിരുന്നു നിങ്ങള്, അജ്മാൻ അല്ലല്ലോ, ഷാർജയില്, ഷാർജയിലായിരുന്നു. അവിടെയാണ് ജനിച്ചതൊക്കെ, ജനിച്ചു വളർന്നത് അവിടെയൊക്കെയാ. നല്ല ലൈഫ് ദുബായിൽ അച്ഛനുള്ളപ്പോൾ. അച്ഛന്റെ മരണശേഷം കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു കേട്ടു, അവിടുന്ന് ബോഡി കയറ്റി വിടുമ്പോ കൂടെ വരാൻ പോലും ഒരാൾ ഇല്ലായിരുന്നു, ഒരു മനുഷ്യരും ഇല്ല അല്ലേ? ഈ പറയുന്ന ബന്ധുക്കൾ ആരും ഇല്ല. എല്ലാരും അവിടെ ബോഡി അവിടെ കൊണ്ടുപോയ സമയത്ത് എല്ലാരും കണ്ടു, അല്ലാണ്ട് കൂടെ അക്കമ്പനി ചെയ്യാൻ പോലും ഒരാൾ പോലും വന്നില്ല. ഇങ്ങനെ എന്തോ മറ്റൊരു സാധനം, മറ്റേ ആമസോണിൽ സാധനം പറയത്തില്ല, അതുപോലെ എന്തോ പറഞ്ഞിവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെ ഒരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആരും എടുത്തില്ല. അച്ഛൻ മരിക്കുമ്പോൾ നിഖിലിന് എനിക്ക് 9 വയസ്സല്ലേ? വലിയ കാര്യങ്ങളൊന്നും പ്രാപ്തിയില്ല, ഒരു മരണം അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായമല്ല. അല്ല, മരണം എനിക്കിത് മരണമാണെന്ന് പോലും അറിയില്ല. മരണം ഉൾക്കൊള്ളാനെന്നല്ല, മരണമെന്ന് പോലും അറിയില്ല. ഞാൻ കിടന്ന് ഉറങ്ങുമെന്നാ കരുതിയത്. മരണമെന്ന് അറിയില്ല എനിക്ക്. അത് പിന്നീട് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനൊരു ഇങ്ങനെ, എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു 8-10 മാസം ഡിപ്രഷനായിട്ട് കിടന്നു. എനിക്കത് ഓർമ്മയില്ല. അമ്മ അത് പറയുന്നത് അമ്മയോട് ചോദിക്കുമ്പോ അറിയാം. അവനെ ആരോട് വലിയ അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ വിനു എന്നാ വിളിക്കുന്ന ഹസ്ബൻഡിനെ. അവൻ അച്ഛനും നല്ല വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്ന പോലെ വിനു എന്നാ വിളിക്കുന്നത്. നിഖിലും വിളിക്കുന്ന വിനു എന്നാ. അപ്പം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം ഈ മരണം, ഇവൻ അങ്ങ് ഡിപ്രഷനിലോട്ട് ഒരു 8 മാസത്തോളം എന്നുവെച്ചാൽ സംസാരിക്കത്തില്ല. സ്കൂളിൽ അവൻ്റെ ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. പിന്നെ വീട്ടിലൊരു, അപ്പം എനിക്ക് പേടിയായിപ്പോയി. കാരണം ഇവൻ കരയുന്ന ഒരു ക്യാരക്ടർ അല്ല, കരയത്തില്ല ഒന്നിനും. ഇപ്പോഴും ഞാൻ അവനെ കരഞ്ഞ് കണ്ടിട്ടേ ഇല്ല, കരയത്തില്ല. അപ്പം അവൻ എപ്പോഴും മിണ്ടാതിരിക്കും ഇങ്ങനെ. അതിൽ നിന്ന് പ്രിൻസിപ്പൾ ഡാഫ്നെ മാമും ടീച്ചേഴ്സും ലെക്കോൾ ചെമ്പകയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ അതിനകത്ത് നിന്ന് ഓവർകം ചെയ്യാൻ പറ്റിയത്. അവർ ഒരുപാട് കെയർ ചെയ്തു. കാരണം കുഞ്ഞല്ലേ, ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടും ഈ സമയത്ത് ഞാൻ നന്ദി പറയാം. കാരണം
അതിനകത്തുനിന്ന് ഒരു 8 മാസത്തോളം എടുത്തു അവൻ പുറത്ത് വരാനായിട്ട് അതിനകത്തുനിന്ന്. പിന്നെ അവന് ദേഷ്യമായിരുന്നു എൻ്റെ അപ്പൂവിൻ്റെ അടുത്തൊക്കെ. കാരണം ഞാൻ അവന് ഇച്ചിരി കരുതൽ കൂടുതലാണ് അപ്പൂവിൻ്റെ അടുത്ത്, വയ്യാത്ത കുട്ടിയായത്. അപ്പൊ അവന് അത് മനസ്സിലാക്കാനുള്ള പ്രായമല്ലായിരുന്നു. അവൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറയുമായിരുന്നു. അവനൊരു ആശാ മാം എന്ന് പറഞ്ഞിട്ട് ഒരു മാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എടുത്ത് ചെന്ന് എപ്പോഴും വിഷമങ്ങൾ പറയും. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അപ്പുനെയാ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയും. അപ്പൊ അവനൊരു ഒറ്റപ്പെട്ട, അച്ഛനും നഷ്ടപ്പെട്ടു, അമ്മ അപ്പുനെ കെയർ ചെയ്യുന്നു. അപ്പൊ അവനോ ആ ഒരു ആരും ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതിനകത്തു നിന്നൊക്കെ കുറെ പ്രയാസപ്പെട്ടു പുറത്ത് കൊണ്ടുവരാൻ. അവന്റെ ടീച്ചറിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കായിരുന്നു ഫോണില്. തീർച്ചയായിട്ടും വിളിക്കാം. ടീച്ചറിന്റെ എക്സ്പീരിയൻസ്, ടീച്ചർ എന്നും വിളിച്ചിട്ട് എവറി ഡേ വിളിക്കും. നിഖിലിനെ അവൻ കടുക്കനൊക്കെ ഇട്ടിരിക്കായിരുന്നു ചെവിയില്. അപ്പം ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് കൊച്ചിലെ. അപ്പോൾ ടീച്ചറിന് എപ്പോഴും ആ മനസ്സിൽ ആ കുട്ടീനെയാ ഇപ്പൊ ഇത്രയും വലുതായി കണ്ടില്ല. ബാംഗ്ലൂരിലാ. അപ്പൊ ടീച്ചർ എല്ലാം അറിഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറയാം, എനിക്ക് നിഖിലാ എന്റെ മനസ്സിൽ എപ്പോഴും. അപ്പം എന്നോട് പറഞ്ഞു എന്നും വിളിക്കും മാം. അവിടുന്ന് ബിരിയാണി, അവനൊരു ബക്കറ്റ് ബിരിയാണിയൊക്കെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. പിന്നെ ഒരു മെന്റൽ സപ്പോർട്ടാ പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരി നിഖിലിനെ, ഒരു 18 വയസ്സുള്ള നിഖിലിനല്ല പിക്ചറൈസ് ചെയ്യുന്നത്, ആ സ്കൂളിൽ പഠിച്ച ആ ഒരു കുഞ്ഞു നിഖിൽ. അതാ മനസ്സിൽ. ഞാൻ പറഞ്ഞു മാമിനെ ഞാൻ ഒരിക്കലും വിളിക്കും, ഒരു ചാനൽ വരുമ്പോ മാം പറയണം. മാമിന്റെ ആ ഓർമ്മയിലുള്ള തീർച്ചയായിട്ടും നമുക്ക് വിളിക്കണം. ഈ ഇന്റർവ്യൂ തീർന്നതിന് മുമ്പ് നമുക്ക് ടീച്ചറെ വിളിക്കണം. ഇതുവരെ ടീച്ചറെ വിളിച്ചിട്ടില്ല നമ്മള്. അത് നമുക്ക് തന്നെ വിളിക്കണം. ഈ അച്ഛന്റെ മരണമാണല്ലോ നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഈ നിലയിലേക്ക് അല്ലെ, അമ്മ ഒരു രോഗിയാവുന്നു, നിഖിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ കാര്യസ്ഥനായി മാറുന്നു ഈ പ്രായത്തിൽ. എന്തുകൊണ്ടാണ് അച്ഛന്റെ കുടുംബക്കാർ ഇങ്ങനെ നമ്മളോട് ക്രൂരത കാണിച്ചതെന്ന് എന്തെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു മതത്തിന്റെ പേരില്ല, അല്ലാതെ വേറെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ നല്ല ആൾക്കാരാ. അച്ഛനും അമ്മയൊക്കെ വളരെ, എല്ലാവരും സ്നേഹമല്ലേ, അവരൊക്കെ നല്ല ആൾക്കാരാ. പക്ഷെ അവര് ചിന്തിക്കേണ്ടേ അവരുടെ മകന്റെ കുട്ടികളാണെന്നുള്ളത്. എനിക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എവറിത്തിങ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാം നിറഞ്ഞ്, എൻ്റെ അപ്പൻ എന്നെ നിറഞ്ഞ മനസ്സോടു കൂടി വളർത്തിയ, പൈസ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇതിലോട്ടൊന്നുമില്ല. പക്ഷെ ഈ 2 കുട്ടികൾ ജനിച്ച് വീഴുന്ന അവരുടെ തെറ്റല്ലല്ലോ ഈ ലോകത്ത് വരുന്നത്. അപ്പൊ അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഈ മോനെ ഞാൻ അവിടെ കൊണ്ടാക്കി. ഇവന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, അല്ലേ മോനെ? ഒരു നിവർത്തിയില്ല, വളർത്താനൊന്നും നിവർത്തിയില്ലാത്ത സമയത്ത് അമ്മ ഗതികേട് കൊണ്ട് എന്നെ കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോയി. എന്നെ അങ്ങ് ഡംപ് ചെയ്തിട്ട് പോയി അവിടെ. അപ്പൊ അവിടെ അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. അവര് പറയാ ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒരു ഭാരം ആവും എന്നുള്ള ഒരു ഇതില് എന്നെ ഏറ്റെടുക്കാനുള്ള മനസ്സ് അവർക്കില്ല. അപ്പൊ ഫീസ് അടയ്ക്കാൻ പോലും പൈസയില്ല. അങ്ങനെ അത്രയും നിവർത്തിയില്ലാതിരുന്ന സമയത്താണ് അമ്മ ആ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ആക്കി അമ്മ പോയി. ഇവിടെ അവര് നോക്കത്തില്ല ഒരു വിധം. അവര് പറയാം അവർക്ക് പറ്റില്ല, അങ്ങനെ നോക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി വിട്ടു. എത്ര ദിവസം നിന്നു? ഞാൻ നിന്നില്ല. അന്ന് തന്നെ എന്നെ അവിടെ നിർത്തിയിട്ട് അമ്മ താല്പര്യമില്ല എന്ന് പറഞ്ഞു, വിളിച്ചോണ്ട് പൊയ്ക്കോണോന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ രാത്രി എന്തോ വന്നിട്ട് എന്നെ അവിടെ നിന്ന് അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ ആ വീട്ടിൽ പിന്നെ ഞങ്ങള് പോയിട്ടില്ല. പിന്നെ ഇന്നേ വരെ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഒരു ബന്ധവുമില്ല, ഒരു വിവരവുമില്ല. എത്ര പേരാണ് അവര്? ഒരു മോനാണ് ഈ നിഖിലിന്റെ ഫാദർ വിനോദ്. ഒരു സിസ്റ്ററുണ്ട്. അവര് ബാംഗ്ലൂർ സെറ്റിൽഡാ. അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇവനെ ഒന്ന് പഠിപ്പിക്കണമായിരുന്നു. അത് സ്വത്തൊന്നും തന്നില്ല, പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ അതിന് പോലും തയ്യാറായില്ല. ഞങ്ങൾക്ക് സ്വത്തല്ല ആവശ്യം, ഞങ്ങളുടെ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴും ഇവരുടെ സ്വത്തും മോഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളുടെ അവകാശമാണല്ലോ. ഞങ്ങൾ ഇങ്ങനെ അനാഥയായിട്ടിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പൂപ്പനും അമ്മയും തന്നെയാണല്ലോ, ഞാൻ അവരുടെ ചോരയിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പം അവരെന്തിന് ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്യും? ഞങ്ങളെന്ത്
തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പേഴ്സണലി മനസ്സിലാവുന്നില്ല. അതിൽ അതെന്താണ് അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി അവരുടെ മകനെ പോലെ ഇനി ഞാനും ഒരു ഭാരമാവുമോ എന്നുള്ളൊരു എന്താ പറയാ പേടിയായിരിക്കാം, അങ്ങനെ വല്ലതും ആയിരിക്കാം. എന്താണെന്നറിയില്ല. അവരിപ്പോഴും അവർക്ക് മനസ്സ് വരുന്നില്ല, ഒന്നിനും മനസ്സ് വരുന്നില്ല. നമ്മളൊന്ന് പൈസ അല്ലല്ലോ ഫാക്ടർ, പൈസയും സ്വത്തും ഒന്നും അല്ലല്ലോ ഫാക്ടർ. കാണാൻ വരിക അല്ലെങ്കിൽ സുഖമാണോ എന്നൊരു വാക്ക് ചോദിക്കുക, ഈ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഈ ഒരു ഇതുപോലും അവർ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഈ നമ്മൾ മരിക്കുമ്പോ ഈ സ്വത്തൊന്നും കൊണ്ടുപോകുന്നില്ല. എന്താ മരിക്കുമ്പോ ഈ സ്വത്തൊന്നും ആരും കൊണ്ടുപോകുന്നില്ല. അതെ, ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മള് ജനിച്ചത് ഒന്നും ഇല്ലാതെ വരുന്നു. ജനിച്ചതുപോലെ എങ്ങനെ വന്നു അങ്ങനെ തന്നെ മരിക്കുമ്പോഴൊന്നും പോകുന്നത്. ഒന്നും കൊണ്ടുപോകും. അത് ചിന്തിക്കാൻ മനസ്സില്ലാത്തവരുടെയൊക്കെ മനസ്സ് ക്രൂര മനസ്സെന്നല്ല എന്ത് പറയാൻ പറ്റുന്നു അല്ലെ? പിന്നെ പണിച്ചോണ്ട് വാകീറിയ ദൈവം നമുക്ക് കഴിക്കാൻ തരും. എല്ലാം തരും ദൈവം. ആ വിശ്വാസം നമുക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടേയിരുന്നു, ദൈവം വിളി കേട്ടു. എത്ര വർഷം ഇനി ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. ഇനിയിപ്പോ ഇവരില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇത്രയും നാളും ജീവിച്ചില്ലേ? ഇത്രയും നാളും നമ്മളിപ്പം ജനിക്കുമ്പോഴും ഒറ്റയ്ക്ക്, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക്. അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് ജീവിക്കുമ്പോ ഒറ്റയ്ക്ക് ആയിക്കൂടാ? സോ അതുകൊണ്ട് നമ്മള് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഈ മനക്കരട്ടി എങ്ങനെ വന്നുണ്ടെങ്കിലേ അത് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. എല്ലാ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇവരെ നോക്കി 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 എന്റെ മനസ്സ് ദൈവം പാകപ്പെടുത്തി തന്നു. അതാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ അതാണ്. ഈ അന്ന് തന്നെ മോനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? പിന്നീട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാരും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. ലൈക്ക് ഞങ്ങളൊരു അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു ഭാരമാണെന്നാണ് അവരുടെ ഒരു. പലരും പറഞ്ഞു കേസ് കൊടുക്കണം. ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യത്തില്ല. കേസ് കൊടുക്കാനെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. ആൺതുണ ആരാണുള്ളത്? അച്ഛനില്ല. ഞാനെന്ന് പറയുന്നത് വെറും 9 വയസ്സ്. എനിക്ക് പോയി ചെന്ന് കേസ് കൊടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് വയ്യ, ഇവന് വയ്യ, എങ്ങനെ പോകും? എവിടെ എന്ത് സാഹചര്യമാണുള്ളത്? അതുകൊണ്ട് തന്നെ അങ്ങനെ കേസ് കൊടുക്കുന്ന പറയുന്നത് അമ്മയുടെ വീട്ടുകാരിൽ നിന്നുള്ള സഹായം. അമ്മ പറഞ്ഞല്ലോ, അമ്മ പൈസ കണ്ട് വളർന്നതാണ് അല്ലെ? അങ്ങനെ വളർന്നതാണ്. ഇവരൊന്നും സ്വത്ത് വേണം. അമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഒരു സഹായം എങ്ങനെയാണ്? ഇല്ല, ഒന്നുമില്ല. അതും ഈ വിവാഹ ബന്ധത്തോടുകൂടി ഇല്ലാതായതാണോ? അതെ, ഇന്റർകാസ്റ്റ് മാരേജ്. നിങ്ങൾ എവിടെ വെച്ചാണ് കാണുന്നത്? ദുബായിൽ വെച്ചിട്ടാ വന്ന്. എന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ അറിഞ്ഞ് വന്ന്, ട്രാജഡി അറിഞ്ഞ് വന്നതാ. അങ്ങനെ കണ്ട്. അദ്ദേഹം നേരത്തെ വിവാഹം ചെയ്തതായിരുന്നു? അല്ല അല്ല അല്ല, ആദ്യത്തെ വിവാഹം. അതുകൊണ്ടാ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. ബിക്കോസ് ഞാനൊരു വിഡോ ആയിരുന്നില്ലേ. ആ വിഡോ ഞാൻ വേറൊരാളുടെ 10 years ജീവിച്ചല്ലേ. അപ്പോൾ ഞാനൊരു വിഡോനെ കല്യാണം കഴിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും അത് താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്താത്ത ഒരു രീതിയിൽ. അങ്ങനെ രണ്ട് കുടുംബത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആയി. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയാണ്? എൻ്റെ അമ്മ, അച്ഛൻ, ബ്രദർ, എൽഡർ ബ്രദർ, യങ്ങർ സിസ്റ്റർ, യങ്ങർ ബ്രദർ. അവരെല്ലാം. എൻ്റെ പപ്പ ആയിരുന്നു എൻ്റെ എല്ലാം. എൻ്റെ അപ്പയായിരുന്നു എൻ്റെ എല്ലാം, എൻ്റെ ജീവൻ. എൻ്റെ അപ്പയും 2016 വിനു മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പം അപ്പയും മരിച്ചു. ഞങ്ങളുടെ കൂടെ ബിരിയാണി കഴിച്ചിട്ടിരുന്നു. അപ്പ കിടന്നതാ, പിന്നെ അപ്പ എണീറ്റിട്ടില്ല. അപ്പൊ എൻ്റെ എല്ലാം ആയിരുന്നു എൻ്റെ അപ്പ. അത് കഴിഞ്ഞിട്ട് 30 days കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എൻ്റെ അമ്മേനെ ദുബായിൽ കൊണ്ടുപോയി. 30 days കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മദർ അവരുടെ കൂടെ തന്നെയാണ്. എല്ലാവരും ദുബായിലാ, ആരും ഇവിടെ ഇല്ല. ഇപ്പോഴും അവിടെ തന്നെയാണ്? ഇപ്പോഴും അവിടെയാ എല്ലാവരും. ഈ അമ്മയ്ക്ക് ഒത്തിരി പിന്നെ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവരാരും ഈ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല അല്ലെ? അല്ല, ആരും ഇടപെടത്തില്ല. കാരണം ഇങ്ങനെ ഒരു മാരേജ് ചെയ്തത് കൊണ്ടാണ്, അല്ലാതെ വേറെ റീസൺ ഒന്നും ഇല്ല. വേറെ ഒരു റീസൺ. എല്ലാത്തിന്റെയും മെയിൻ എന്ന് പറയുന്ന മതമാണ് ഇവർക്ക് പ്രശ്നം. വേറെ ദൈവമായോണ്ടാണ് ഇവർക്ക് പ്രശ്നം. എന്റെ ഫാമിലി ആ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അതെ, ഞാൻ വളരെ ഇന്നും ഞാൻ അവരെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം സ്നേഹമല്ലേ, എല്ലാവരെയും സ്നേഹിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നില്ല എന്ന് അന്വേഷിച്ചു. പക്ഷെ എനിക്ക് വിഷമം എന്താണെന്നറിയാമോ? ഒരു കരുതലില്ലാതെ പോയി. അതായത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പൂനെയും ഈ പിള്ളേരെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ എന്നുള്ളതാണ്.
അത് അതിൻ്റെ ആയിട്ടുള്ള വിഷമമാണ് എനിക്ക്. 9 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് എത്തി അതെ തീർച്ചയായിട്ടും. അല്ലേ? വലിയൊരു യാത്രയായിരുന്നു അതെ ഇവിടം വരെ എത്താൻ. ആന്നു. പട്ടിണി കിടന്നും അല്ലേ? അതെ വളരെ വളരെ പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ടോ? പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചു. എല്ലാം ദൈവം വാരിക്കോരി ഒരു തന്നു. നോയമ്പ് എടുക്കുന്ന പോലെയായിരുന്നു. നോയമ്പ് എടുക്കുന്ന പോലെയായിരുന്നു, വ്രതം എടുക്കുന്ന പോലെയായിരുന്നു അല്ലേ? സാരമില്ല, ദൈവം കൂടെ ഉണ്ടല്ലോ, ദൈവം കൈവിട്ടില്ലല്ലോ. ദൈവം ഇന്ന് ലോകമെമ്പാടും എല്ലാവരും വിളിക്കുമ്പോഴും അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ 3 പേരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത്ര സ്നേഹമുള്ള മനുഷ്യരുണ്ടല്ലോ. ഇനി ഞങ്ങൾ വളരെ ഹാപ്പി ആയിപ്പോഴും. അല്ല, ഇതെല്ലാം കണ്ട് ആ സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ടുകളെ കണ്ട് വളർന്ന നിഖില്, ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അവിടെയൊക്കെ നിഖിലിനെ ഒന്ന് ഉറക്കാൻ എന്ത് പാടുപെട്ടിട്ടുണ്ടാവും അമ്മ അല്ലേ? അതെ ഞാന് ഓർക്കായിരുന്നു, ഞങ്ങൾ ആരുമല്ല ഗവർണറിന്റെ മുന്നിൽ പോയി നിൽക്കാൻ. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു അനുഗ്രഹമല്ലേ. പിന്നെ എൻ്റെ മോന് എല്ലാ സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ എപ്പോഴും അവനോട് തന്നെ പറയും, ഒരു ശല്യം ചെയ്യാത്ത മോനെന്ന് പറയും. പരീക്ഷണങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തനാ. എല്ലാം കടന്നുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറൽ വീഡിയോ ആയത് ദൈവം കണ്ടു. നിഖിലെ ഗവർണറെ കണ്ട കാര്യം അമ്മേനെ അവിടെ കൂടെ അമ്മയുടെ കൈ പിടിച്ചിരുത്തിയത് ഗവർണറാണ്. പുള്ളിക്കാന്റെ ആവശ്യമില്ലല്ലോ, കാണണമെന്ന് ആവശ്യപ്പെടുവാണ് ചെയ്ത്. ഇങ്ങോട്ട് ഡയറക്റ്റ് ഇൻവൈറ്റ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് രാജ്ഭവനിലോട്ട് വരാൻ പറഞ്ഞു. PA വിളിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ വരണം, ഗവർണറിന് കാണണം, നേരിട്ട് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15 മിനിറ്റത്തേക്കാണ് അവർ അപ്പോയിന്റ്മെന്റ് വിളിച്ചത്. പക്ഷെ അത് നീണ്ടത് 3/4 മണിക്കൂർ. അവിടെ വേറെ ആൾക്കാർ നിൽക്കുക പുറത്ത്, അവരോട് പുള്ളി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളെ കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 3/4 മണിക്കൂർ ഞങ്ങളോട് സംസാരിച്ചാണ് സന്തോഷത്തോടെ പുള്ളി സമ്മാനങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണ് പറഞ്ഞത് അമ്മയോട്? എപ്പം രാജ്ഭവനില് എപ്പം വേണേലും ചെല്ലാൻ പറഞ്ഞു. ഏത് ആവശ്യത്തിന് എന്തിനും ഉണ്ട്. നമുക്ക് ആ വാക്കുകൾ തന്നെ, നമുക്ക് എന്തും ചെയ്തു തരാന്ന് പറയുമ്പോഴേ നമ്മൾ എന്താ ചോദിക്കുക? ഒന്നും ചോദിക്കാൻ തോന്നത്തില്ല അല്ലേ? ഒന്നും ചോദിക്കാതെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങി. രാഷ്ട്രീയക്കാരെങ്കിലും ഒക്കെ വിളിച്ചോ? രാഷ്ട്രീയക്കാര് വിളിച്ചില്ല. സുരേഷ് ഗോപി സാർ വിളിച്ചിരുന്നു. സുരേഷ് ഗോപി ചേട്ടനെ നമ്മള് രാഷ്ട്രീയത്തിനപ്പുറം ഒരു നടൻ എന്ന നിലയും നല്ല മനുഷ്യത്വമുള്ള ഒരു ഹൃദയമുള്ള ഒരാളെന്ന രീതിക്ക് കണ്ടാൽ മതി. രാഷ്ട്രീയം മാറ്റി നിർത്താം അദ്ദേഹത്തിന്റെ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. എനിക്കും ഇഷ്ടപ്പെട്ട, എന്റെ ഫേവറേറ്റ് ആണ്. സുരേഷ് ഗോപി സാറ് വിളിച്ചായിരുന്നു. അപ്പം പുള്ളി മോനോടാ സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വീട്ടിൽ ഇങ്ങനെ ഒരാളെ വീട്ടിൽ ഇങ്ങനെ വെക്കണം നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിത്തവും നടക്കില്ല, ശമ്പളം സുരേഷ് ഗോപി സാറ് തന്നെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ നിർത്തിയോ? ഒരാള് വന്നു. അതൊരു വലിയ സസ്പെൻസാ. അതെങ്ങനെയാണ് വന്നത്? അത് ഒരു കഥയാണ്, നീണ്ട കഥയാണ്. അത് ആള് തന്നെ പറയണം. 10 എപ്പിസോഡ് വേണ്ടി വരുമോ? കൊണ്ടുപോയി എങ്ങനെ ചുരുക്കിയെന്ന് പറഞ്ഞാലോ? ചുരുക്കി ആ പുള്ളിക്കാരി തന്നെ ഇവിടെ ഇരിക്കും. ആളെ തന്നെ ഇവിടെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് വന്നതല്ല ആള്, ഞങ്ങളെ നോക്കാൻ ഒരു സഹായം എന്നതുപോലെ, ഒരു ദൈവവേല, ഒരു സേവ പോലെ കണ്ടിട്ട് ഒരു സേവ പോലെ വന്ന ഒരാളാണ്. ജോലിക്ക് വേണ്ടി വന്നതല്ല, ജോലിക്കാരിയായിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ വിളിക്കുന്ന മമ്മി എന്നാണ്. ഞാൻ വിളിക്കണേ കേട്ടിരുന്നു, മമ്മി എന്ന് വിളിക്കണേ ഞാൻ കേട്ടിരുന്നു. ഞങ്ങള് മമ്മി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങള് അങ്ങനെ വേറെ ആന്റിന്നോ അങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്. ഒരു രണ്ടാമത്തെ ഒരു അമ്മ പോലെ ഇവിടെ ഞങ്ങളെ നോക്കുന്നതെല്ലാം. ഈ വാർത്തയെ കണ്ടിട്ട് വരുന്നതാണ്. എവിടെയാണ് സ്ഥലം? ആളുടെ സ്ഥലം വെമ്പായത്തുനിന്ന്. ഞാൻ മരിക്കുന്നവരേക്ക് ഞങ്ങളുടെ കൂടെ നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ മമ്മിയായിട്ട് ഇരിക്കാം. അമ്മയും വിളിക്കുന്ന മമ്മി എന്നാ. ഞങ്ങളുടെ 3 പേരുടെയും മമ്മിയാ. അല്ല, അതൊക്കെ ദൈവം കൊണ്ട് തരുന്ന. ഈ സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ്, അതിനു മുമ്പ് തന്നെ എത്തിയോ? സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷെ ആള് വിട്ടതല്ല, അറിഞ്ഞു വന്നതും അല്ല. ഇത് ആള് ഇങ്ങനെ എന്തോ ഇത് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കാണണോന്ന് ആള് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്പർ എന്തോ കിട്ടി കണ്ട് പിന്നെ അങ്ങനെ വന്നതാണ്. സുരേഷ് ഗോപി സാറിനെ വിളിക്കണം, വിളിച്ചിട്ട് നിഖിൽ പറയണം, ഇങ്ങനെ ജോലിക്ക് ആളല്ല കിട്ടിയത്, ദൈവമായിട്ട് ഒരു മമ്മീനെ ഞങ്ങൾക്ക് തന്നു എന്നുള്ളത്. വിളിച്ചില്ലായിരുന്നു? ഞാൻ പിന്നീട് വിളിച്ചില്ല, കാര്യം തിരക്കൊക്കെ ആണല്ലോ ഇപ്പൊ ആള്.
സുരേഷ് ചേട്ടൻ പാലക്കാടാണ് ഷൂട്ടാണ്. ഞാൻ മിക്കവാറും നാളെ കഴിഞ്ഞ് പോകുന്നുണ്ട് അവിടെ. സുരേഷ് ചേട്ടന്റെ അഭിനയിച്ചതിന്റെ പടത്തിന്റെ തീരുവാണ്. അപ്പം മിക്കവാറും മറ്റന്നാൾ ഞാൻ പാലക്കാട് പോകുന്നു. സിനിമയുടെ പാക്കപ്പാണ്. അപ്പൊ മിക്കവാറും ഞാൻ 99% പോകുന്നുണ്ടോ മറ്റന്നാൾ പാലക്കാട്. സാറിനോട് പറയണം. തീർച്ചയായിട്ടും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാൻ നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. എടുക്കുകയാണെങ്കിൽ ഫോൺ തരാം. തിരക്കിലാണെങ്കിൽ എടുക്കില്ല. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ കാണണോന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇങ്ങനെ സുരേഷ് ചേട്ടൻ കാണണമെന്ന് അല്ലെ? കണ്ടിട്ടില്ല. സംസാരിച്ചോളൂ. സംസാരിച്ചേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരാളെയും കൂടെ എനിക്ക് കാണണമെന്നുണ്ട്. ലാലേട്ടനെ ഭയങ്കര ആഗ്രഹം. ഭയങ്കര എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ടുള്ള ഒന്ന് എനിക്ക് കണ്ടാ മതി. എനിക്ക് കാണണം ആഗ്രഹം. മോഹൻലാലിനെ കാണണം. നമ്മുടെ ലാലേട്ടനെ കാണണം. തീർച്ചയായിട്ടും അത് സാധിച്ചു തരാമെന്ന് ഉറപ്പ് തരികയാണ്. ലാലേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല, അമേരിക്ക. എമ്പുരാന്റെ ഷൂട്ടിംഗ്. ലാലേട്ടൻ കേരളത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ ലാലേട്ടനെ കാണാനുള്ള അവസരം. അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. വരട്ടെ പറയുന്ന എങ്ങനെ? അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അഭിനയിക്കുവോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അഭിനയിക്കാൻ ഒരു മോഹം. സിനിമ ഭയങ്കര ഇഷ്ടമാണ് കാണാന്. അങ്ങനെ ഞാൻ കൊച്ചിലേ തൊട്ട് കണ്ട് വന്നൊരു മുഖമാണ് ആ ലാലേട്ടന്റെ മുഖം. ആ ഒരു നടന വിസ്മയം എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. ആ ഒരു മുഖം കണ്ടിട്ടാണ്. ലാലേട്ടൻ ഇതൊന്നും ചിലപ്പോ അറിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് അറിഞ്ഞു കാണില്ല. ആള് ഷൂട്ടിന്റെ ഒക്കെ എമ്പുരാന്റെ ഇതിലല്ലേ. അഭിനയിക്കാനും ആഗ്രഹമുണ്ടല്ലേ? ഞാൻ ഈ സിനിമാക്കാരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആരെങ്കിലും വരും മോനെ തേടി. അങ്ങനെ പറഞ്ഞ അതെനിക്ക് ഒരു സിനിമ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു ആദ്യം. പിന്നെ അതൊരു ആഗ്രഹമായി മാറി. ചെയ്യാം എന്നുള്ളൊരു രീതിയിലായി. അപ്പൊ അങ്ങനെ കുഞ്ഞിലേ തൊട്ട് കണ്ടൊരു മുഖമാണത്. ആ മുഖം എനിക്കൊന്ന് നേരിട്ട് വിസ്മയത്തെ ഒന്ന് കാണണം. നമ്മുടെ ലാലേട്ടനെ അത് സാധിച്ചു തരാം കേട്ടോ. എനിക്കത് പറയാനുള്ള ഒരു ഇതുണ്ട്. ലാലേട്ടനുമായിട്ട് അത്ര ബന്ധങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ ഈ കലക്കോട്ടെ വാൽവൻ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ അവിടെ എത്തിച്ചേനെ. എനിക്ക് വാലിബനും കാണണമെന്നുണ്ട്. കണ്ടില്ല അല്ലെ? എനിക്ക് പോവാനുള്ളൊരു ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഭയങ്കര ഫാനായോണ്ട് എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. സാഹചര്യം ഇതല്ലാത്തോണ്ട് തിയേറ്ററിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല അല്ലെ? പക്ഷെ എനിക്ക് വാലിബൻ കാണണമെന്നുണ്ട്. വീട്ടിലൊക്കെ വരുമ്പോ OTT-ലൊക്കെ വരുമ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലെ? എല്ലാ ആഗ്രഹവും മനസ്സിലൊതുക്കി എങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലേ എനിക്ക് കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറെ ഇന്റർവ്യൂ കഴിഞ്ഞ് കണ്ടെങ്കിലും എന്റെ മുന്നിലിരുന്നെങ്കിലും അമ്മയും പറയുമ്പോ ഉണ്ടല്ലോ എന്റെ ഹൃദയം പൊട്ടുക. രണ്ടാഗ്രഹം, ലാലേട്ടനെ കാണും, സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം അല്ലെ? നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് ഒക്കുമെങ്കിൽ എനിക്ക് ഈ വാലിബനും കൂടെ ഒന്ന് കാണാൻ പറ്റും. വാലിബൻ കാണാൻ ഇന്ന് പോണോ നമുക്ക്? ഞാൻ റെഡിയാണ്. എപ്പോ വേണം റെഡിയാണ്. അതെയോ? എപ്പോ വേണം റെഡിയാണ്. വാലിബൻ മോന് വാലിബൻ കാണാൻ പോയാ മതി. ഈസി. എന്ത് സംശയിക്കണം? ഏത് തിയേറ്ററിലാണ് പോകേണ്ട മോന്? ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ പരീക്ഷയാ. ഞാൻ സുരേഷ് ചേട്ടനെ ആദ്യം വിളിക്കാന്നൊന്ന് വിളിച്ചു നോക്കട്ടെ. സുരേഷ് ചേട്ടാ നമസ്കാരം. എന്താണ്? ഞാനിപ്പോ യാർത്താ മുതലാളിയൊന്നും അല്ല സുരേഷ്. ഞാൻ തിരുവനന്തപുരത്താണ് സുരേഷ് ചേട്ടാ. ഞാൻ മറ്റേ നിഖിലിന്റെ വീട്ടിൽ വന്നതാണ്. അപ്പൊ നിഖില് പറഞ്ഞ് സുരേഷ് ചേട്ടൻ പറഞ്ഞ ഒരു വീട്ടിലൊരാള് നിർത്തണമെന്ന് പറഞ്ഞില്ലേ? ജോലിക്കാരെ നിർത്താൻ പറഞ്ഞു. സുരേഷ് ചേട്ടാ മോനും സംസാരിക്കണ്ട. ഒരു ജോലിക്കാരായിട്ടുള്ള ഒരാള് വന്നു, ഇവരുടെ മമ്മിയായിട്ട്. ഞാൻ സുരേഷ് ചേട്ടന് മോന്റെ അടുത്ത് കൊടുക്കാൻ ഫോൺ. ഞാൻ ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നപ്പോഴാ സംസാരിക്കും. ഇവിടെ അടുപ്പിച്ചു. ഹലോ, നമസ്കാരം സുരേഷ് അങ്കിൾ. നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? കിട്ടി ഇങ്ങനെ കിട്ടിയ ആള്. അമ്മ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാം ഞങ്ങൾക്ക് എന്ത് സഹായം വേണോ ചെയ്തു തരാം. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അമ്മയ്ക്ക് വീടും കുട്ടികളും ഒക്കെ ഇല്ലേ? ഉണ്ട് എല്ലാം ഉണ്ട്. ഇപ്പൊ അവരൊന്നും ഇവിടെ ഇല്ല, എല്ലാരും വിദേശത്തായിട്ടാണ്. അപ്പം ആളിവിടെ ഒറ്റയ്ക്കാ. അങ്ങനെ അപ്പം ഇവിടെ വന്നു. ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇങ്ങനെ എന്താ പറയാ, ഒരു ജോലിക്കാരി എന്ന് ഉപരി ഒരു മമ്മിയെ നമുക്ക് കിട്ടി. ജോലിക്കാരി എന്ന് പറയാൻ പറ്റില്ല. അങ്ങക്ക് സുഖല്ലേ? മമ്മിക്ക് കൊടുക്കട്ടെ. ഒരു 2-3 മാസത്തെ പ്രൊവിഷൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തയക്കാം. താങ്ക് യു. മമ്മിക്ക് ഞാനൊന്ന് ഫോൺ കൊടുക്കട്ടോ? നമസ്കാരം സാർ. നമസ്കാരം.
ഒരു 10 ലക്ഷം കൊടുത്താലും ഈ പെരുമയില്ല കേട്ടോ. സാർ, ഞാൻ പൈസയ്ക്ക് വലിയ വില കൽപ്പിക്കുന്നില്ല. മനുഷ്യ സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വില ഞാൻ കൽപ്പിക്കുന്നത്. അതെ അതെ. എത്ര വില അതെ എത്ര വില കൊടുത്താലും കിട്ടാത്തത് സ്നേഹമാണ്, ആത്മാർത്ഥതയുള്ള സ്നേഹം. ഞാനും ഇതേ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ആ ചെക്കൻ മനസമാധാനമായിട്ടിരുന്ന് പഠിക്കണമെങ്കിൽ എന്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. കുഞ്ഞിനെ നോക്കുക, അമ്മയെ നോക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇതൊന്നും വെച്ചാൽ അവൻ പഠിച്ച് ഒരിടത്തും കിട്ടത്തില്ല. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് ശമ്പളം കൊടുക്കാം. ഇതൊന്നും ഞാൻ സാറ് സംസാരിച്ചൊന്നും അറിയാതെയാ ഞാൻ ഇവിടെ എത്തുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ആ വീഡിയോ എന്നെ കേൾപ്പിച്ച്, ആ ശബ്ദം എന്നെ കേൾപ്പിച്ചത്. സാർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ. ഇത് കാരണം അത് ഇവിടെ വന്നതിന് ശേഷം മോന്റെ അമ്മ പറയുക ചെയ്തത്. ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗണത്തിൽ എന്നെ കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ആഗ്രഹം ഇതായിരുന്നു ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ. കാരണം നമ്മൾ ഓരോ വീട്ടിലും ഓരോ കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് പഠിക്കാനുണ്ടാകുന്നത്, എന്നാൽ പോലും പഠിക്കുന്നില്ല. ഇത് ഒരു സൗകര്യം ഇല്ലാതെ ഈ മോനെ 75% മാർക്ക് വാങ്ങി എന്ന് കേട്ടപ്പോൾ അപ്പോൾ അവന് ചെറിയൊരു പ്രോത്സാഹനം കൊടുത്താൽ അവൻ ഉയരങ്ങളിലെത്തും എന്നെനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എന്നെ മമ്മി എന്നാണ് വിളിക്കുന്ന മാത്രമല്ല സ്വന്തം അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവര്. മൂന്നാളും. അപ്പു ആണെങ്കിൽ പെട്ടെന്ന് അടുത്തു. ഒരു 10 മിനിറ്റ് കൊണ്ട് അപ്പ എന്നോട് ഒരുപാട് അടുത്തു. അതൊക്കെ എനിക്ക് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയ ഒരു സ്നേഹം പോലെ എനിക്ക് തോന്നുന്നു. അതെ അതെ. ഞാനൊന്നും മാത്രമേ മോനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഒന്നും ചെയ്യണ്ട. എനിക്ക് എക്സാം കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ 90 above മാർക്ക് ഉണ്ടാവണം. അവൻ ഇതുപോലെ അവൻ ശമ്പളം നേടുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇതുപോലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ കുട്ടിക്ക് താങ്ങാവണം. അതെ, അത് പറയുന്നുണ്ട് മോൻ, പറയുന്നുണ്ട്, ചെയ്യുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഓക്കെ സാർ, ഓക്കെ, നല്ല കാര്യം. അതിനുള്ള മനസാക്ഷി ഉണ്ടാവട്ടെ. സുരേഷ് ഏട്ടാ, ഞാനപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നപ്പം സുരേഷ് ഏട്ടന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. പാലക്കാട് ഷൂട്ടിംഗ് നടക്കാന്ന് ഞാൻ പറഞ്ഞു. മറ്റന്നാള് സിനിമയുടെ പാക്കപ്പാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പാക്കപ്പിന് ഞാൻ പറഞ്ഞേ. അല്ല, പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാക്കപ്പായി ഈ പടം. അല്ല, മറ്റന്നാൾ വരെ ഇല്ല അവിടെ. അല്ല, നാളെ വേറെ പടം തുടങ്ങുക. അത് മറ്റന്നാൾ പാക്കപ്പാ. അപ്പം ഞാൻ മറ്റന്നാളാ വരുന്നത്. ശരി ശരി. ഞാൻ മറ്റന്നാൾ എന്തായാലും സുരേഷ് ഏട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന് ഇവരോട് പറഞ്ഞു. അപ്പൊ എന്നാ സുരേഷ് ഏട്ടനെ വിളിക്കാന്ന് ഞാൻ തീരുമാനിച്ചു. ശരി. സുരേഷ് ഏട്ടൻ ചെയ്ത ഏറ്റവും നല്ല നന്മ ഇപ്പൊ തന്നെ എനിക്ക് ഇവിടുന്ന് ഫോണിൽ വിളിക്കണമെന്ന് തോന്നി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെയുള്ള കാര്യത്തിനെല്ലാം മുന്നിട്ടിറങ്ങും. ആരെങ്കിലും ഒക്കെ തയ്യാറായി വരും. എനിക്കും അത് വലിയ ആശ. തീർച്ചയായിട്ടും 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 സുരേഷ്. അപ്പൊ ഞാൻ മറ്റന്നാൾ വരാം. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പൊ തന്നെ സാധിച്ചു. ഇനി 2 കാര്യമല്ലേ? ഇനി അതൊക്കെയാണ് വാലിബൻ കാണണം. ബാല്യം കാണണം. ഓക്കെ. നമ്മള് ആ നിഖിൽ എന്ന് പറഞ്ഞ മോന്റെ അമ്മയും മറ്റേ ഒരു പയ്യനെയും ഏറ്റെടുത്തിട്ട് മോൻ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടുജോലിയും ചെയ്ത് ജീവിക്കുന്ന വലിയ വാർത്തയായതാ. ആ മോന് 3 ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞത്. ഒന്ന്, സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു കൊടുത്തു. ചെറുപ്പം തൊട്ട് ലാലേട്ടന്റെ ആരാധകനാണ്. അവന് ഇന്ന് വാലിബൻ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോകണം. സിനിമ കാണാൻ പോകാൻ പറ്റണ അവസ്ഥയല്ല. രണ്ടാമത്തെ മോൻ അസുഖമായിട്ട് അവനെ നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മള് ഞാൻ അവർക്ക് കൊടുക്കും. ഇത് പ്രൊഡ്യൂസറാണ് കേട്ടോ, ഷിബു ബേബി ജോൺ സാറിന്റെ മോനാണ്. അപ്പൊ ഇന്ന് അവർക്ക് കൈരളി തിയേറ്ററിൽ 9:30 ഷോ കാണണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാലോ. അപ്പം ആ ടിക്കറ്റ് എത്ര പേരാണ് പോകേണ്ട മോനെ? എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഇവരെ ഈ മോനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ 2-3 ഫ്രണ്ട്സിനെ വിളിക്കും. ഞാൻ എത്ര പേരാന്ന് ടിക്കറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ മോന് കൊടുക്കാം, നിഖിലിന് കൊടുക്കാം. ഇത് ഷിബു ബേബി ജോൺ മുൻ മന്ത്രിയുടെ മോനാണ്. പ്രൊഡ്യൂസറെ കൊടുക്കാം. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം നിഖിൽ. നമസ്കാരം. എങ്ങനെയുണ്ട് നിഖിൽ? വലിയ സന്തോഷം ഈ സിനിമ കാണണമെന്ന് പറഞ്ഞതിന്റെ അകത്ത്. എന്തായാലും മോൻ എല്ലാ ഫ്രണ്ട്സുമായിട്ട് പോയിക്കോളൂ. എല്ലാം ഞങ്ങൾ ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വിളിച്ചു പറയാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. 2 കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി 2 ഒന്ന് ലാലേട്ടൻ കാണണം, ഒന്ന് സിനിമയിൽ അഭിനയിക്കണം. സാധിപ്പിക്കാം. എനിക്ക് വലിയ കഴിവുണ്ടായിരുന്നു. ഈ അമ്മ പറഞ്ഞത് ദൈവം നമ്മുടെ കൂടെയാണ്. അതെ അതെ. ഇവിടെ ഒന്ന് കണ്ണ് നിറഞ്ഞു കണ്ടത് ഞാൻ.
ഇത്ര നേരം കരഞ്ഞു കണ്ടില്ല. ഇത്ര ഇന്റർവ്യൂ എടുത്തിട്ടും പല ഇന്റർവ്യൂ കൊണ്ടും കരഞ്ഞു കണ്ടില്ല. ഇപ്പോഴാണ് കണ്ണു നിറഞ്ഞത്. കരയത്തില്ല. ഞങ്ങൾ ബൈബിളിൽ ഒരു വചനമുണ്ട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 8-ാം അധ്യായം 31-ാം വാക്യം പറയുന്നുണ്ട്, ഇഫ് ഗോഡ് ഇസ് there for you, who can be against you? If God is there for us, who can be against you? അതായത് ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആർക്കും നമ്മുടെ എതിരെ നിൽക്കാൻ പറ്റത്തില്ല. ദൈവം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം ഒരു കരുതലാണ്. കരുതല. അതെ, നമ്മളെല്ലാരും ദൈവവിശ്വാസികളാണല്ലോ. അതാണല്ലോ ഇപ്പം ഞാൻ ഇവിടെ വന്നത്, അല്ലെന്നെങ്കിലേ ഞാൻ വൈകിയ വന്നെങ്കിലും എങ്ങനെയാണ് തമിഴ് ചൊല്ലുണ്ടല്ലോ സുന്ദര, ലേറ്റ് ആവുന്നാലും ലേറ്റസ്റ്റ് ആവുന്നത് പോരെ. സുരേഷ് സാറ് ഒരാളെ ജോലിക്ക് വെക്കാനാ പറഞ്ഞത്, ഞാൻ പേയ്മെന്റ് കൊടുക്കാന്നാ പറഞ്ഞത്. പക്ഷെ ജോലിക്കും പേയ്മെന്റിനും എനിക്ക് ആളെ കിട്ടിയില്ല. എനിക്കൊരു മമ്മീനെയാ കിട്ടി. 3 പേർക്കൊരു മമ്മിയെ കിട്ടി. പുള്ളിക്ക് ഞങ്ങളൊരു പൈസ പോലും പുള്ളി സുരേഷ് ഗോപി സാർ കൊടുക്കണ്ട എന്നുള്ളത്. സുരേഷ് ഏട്ടൻ പറഞ്ഞത് എന്തോ കൊടുത്തുവിടാനും പറഞ്ഞത് എന്താ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തോ കൊടുത്തുവിടാനും പ്രൊവിഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് ഒരു ആവശ്യം പറയാനുണ്ട്. ഞാൻ മറ്റന്നാൾ പോകുമ്പോ വിളിപ്പിക്കാം. എന്തായിരുന്നു പറഞ്ഞു? ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കും. എന്തായിരുന്നു ആവശ്യം? എന്തായിരുന്നു? മമ്മൂട്ടി സാറ്, മോഹൻലാൽ സാർ എല്ലാരും ഉപയോഗിക്കുന്ന അതാ എന്റെ ഒരു പ്രോഡക്റ്റ്. എന്ത് പ്രോഡക്റ്റ്? എല്ലാ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് അത് സുരേഷ് ഗോപി സാർ ഒരെണ്ണം എടുത്താ മാത്രം മതി. അത് സുരേഷ് എന്റെ ആഗ്രഹം. ഇപ്പൊ പറയായിരുന്നല്ലോ, അതൊക്കെ സുരേഷ് അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊക്കെ സുരേഷ് ഏട്ടൻ എടുത്തോളും. ഇനിയിപ്പോ ഷൂട്ട് കണ്ട് തിരുവനന്തപുരത്തേക്ക് വരും. സുരേഷ് ഏട്ടൻ വരുമ്പോ ഇവിടെ വരും എന്തായാലും. നിങ്ങളെ കാണാൻ ഇവിടെ എന്തായാലും സുരേഷ് ഏട്ടൻ വരും എന്നുള്ള എനിക്ക് നല്ല ഉറപ്പാണ്. ഉറപ്പായിട്ടും വരും. നല്ല മനസ്സിന്റെ ഉടമയാണ്. നല്ല മനസ്സ്. അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. അപ്പൊ ദൈവം ഒരാൾക്ക് പൈസ പോലും കൊടുക്കാതെ ഒരു മമ്മീനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമായിട്ട് കാണുക ഞാൻ. ദൈവം അത്ര വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം സുരേഷ് ഗോപി, മമ്മൂട്ടി സാറിനും മോഹൻലാൽ സാറിനും എല്ലാ ബിഗ് സെലിബ്രിറ്റീസും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണത്. വെള്ളമാണ്. അത് സാറിനെ കൊണ്ടുവന്ന് എടുപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തു തരാം. അത്രേ ഉള്ളൂ. ഗവർണർ സാറിന്റെ അടുത്തും ഒക്കെ പറയാനുള്ളത് അതാ. നിങ്ങൾ പോയി കണ്ടു. ലാലേട്ടൻ വന്നാലുടൻ തന്നെ ലാലേട്ടൻ, അവന്റെ അപ്പനെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അവൻ ഷാറൂഖ് ഖാനാ. അപ്പൻ ഷാറൂഖ് ഖാൻ ആവണു. ഷാറൂഖ് ഖാന്റെ വലിയ ഫാനാ. ഞാനും നേരിട്ട് ദുബായിൽ വെച്ച് സൈൻ മേടിച്ചതാ. ഡയറിയിൽ നമ്മുടെ ഒരു സിനിമയുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ഷാറൂഖ് ഖാന്റെ ഒരു സിനിമയുണ്ട്. ആ ടൈമില് അവിടെ അറ്റ്ലാന്റിസിൽ വെച്ചായിരുന്നു ഷൂട്ട്, ദുബായിൽ. അവിടെ നിന്ന് അച്ഛൻ സൈൻ മേടിച്ച ഒരു ഡയറി ഉണ്ടായിരുന്നു. അതും ഷാറൂഖ് ഖാൻ ഈ ലാലേട്ടനെ പോലെ തന്നെ വേറെ ഭാഷയാണെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഒരു നടനായി കാണണമെന്നായിരുന്നു അവൻ. ഞാൻ ഇത് ലാലേട്ടനോട് പറയാം, ആന്റണി ചേട്ടനോടൊക്കെ പറയാം. ആന്റണി ചേട്ടനൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ എന്തായാലും കാണാനുള്ള അവസരം ഒപ്പിച്ചു. അതിനി മാറ്റമില്ല. നമ്മള് ലാലേട്ടൻ ഇങ്ങനെയുള്ളവരൊക്കെ വലിയ ഇഷ്ടമാണ്. ലാലേട്ടൻ ഒന്ന് ഷൂട്ട് കഴിഞ്ഞ് വരട്ടെ, കൊച്ചിയിലൊന്നും എത്തട്ടെ. ഇന്ന് രാത്രി തന്നെ ലാലേട്ടൻ മെസ്സേജ് ഇടും. ഇപ്പൊ അമേരിക്കയിലുണ്ട്, സമയ വ്യത്യാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാമായിരുന്നു. അങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നതാണ് ലാലേട്ടനൊക്കെ. എല്ലാവരും എടുക്കുന്നുണ്ട്. നമുക്കായി എല്ലാവരും അങ്ങനെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നവരാ. അവരെല്ലാം മനുഷ്യരാണ്, മനുഷ്യ സ്നേഹമുള്ളവരാണ്. അതിനൊന്നും മാറ്റമില്ല. അപ്പൊ ലാലേട്ടന്റെ സിനിമ കാണുന്നു, കൂട്ടുകാരുമായിട്ട് അടിച്ചു വിളിക്കുന്നു. ഒന്ന് എൻജോയ് ചെയ്യൂ ഇനിയെങ്കിലും. പരീക്ഷ അത്രയും പഠിച്ചിട്ടുള്ള മാർക്കൊക്കെ മതി. ആ മമ്മി പറഞ്ഞത് ഞാൻ കേട്ടോ. മമ്മി പറഞ്ഞു മമ്മി ഇപ്പൊ എന്നോട് ചൂടാവും. ഈ മമ്മി എന്നോട് ഇപ്പൊ ചൂടാവും. ഇത്ര 1 മാർക്ക് കൊണ്ടെങ്കിൽ പക്ഷേ ഇന്ന് ആ സിനിമ കണ്ടിട്ട് പരീക്ഷ എഴുതിയാൽ മതി എന്ന് വെച്ചാൽ മാർക്ക് കുറയ്ക്കില്ല. എല്ലാരും മാർക്ക് കുറയ്ക്കല്ലോ. എല്ലാരും എന്നെ ചീത്ത പറയും, മാർക്ക് കുറയ്ക്കല്. അപ്പൊ ഇന്ന് വാലിബം കാണാൻ എത്ര സുഹൃത്താന്ന് പറയണം. കേരള തിയേറ്ററിൽ പോണ എല്ലാ സംവിധാനം നമ്മുടെ പ്രൊഡ്യൂസർ ചെയ്തു തരും. അവിടെ പോയിരുന്ന് സിനിമ കാണുക. സിനിമ കണ്ടിട്ട് ഫോണില്ല, ഫേസ്ബുക്കിൽ എഴുതായിരുന്നു അല്ലേ. ഫോൺ മേടിച്ചു നോർത്താണ് മോനെ. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വഴി കാണാം. എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞാനെ. പിന്നെ ഇന്റർവ്യൂ കയറില്ല. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. എല്ലാവരും വഴിയല്ലേ. മുട്ടുപോലും തുറക്കപ്പെടും എന്നല്ല പറയുന്നത്. ദൈവവചനമല്ലേ അല്ലേ അമ്മേ? നമ്മള് മുട്ടിയാലേ തുറക്കപ്പെടുള്ളൂ.
അല്ലെ? ന്യൂസ് 8 എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് ഇന്റർവ്യൂ അതൊരു എടുത്തോണ്ടല്ലേ? വാതിലായിരുന്നു, അത് മുട്ടിയപ്പുറത്ത് അത് വാതിൽ തുറന്നില്ലേ? എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്ട് ആണ്. ആ പെൺകുട്ടിയോട് അവര് വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ആദർശമായിട്ട് കണ്ടുപിട്ടി അത് കേരളം ഏറ്റെടുത്തു. പിന്നീടും ആ കുട്ടി ഈ വീട്ടിൽ വന്ന് കിച്ചണിൽ കയറി ചെയ്ത വാർത്ത വരെ ഞാൻ കണ്ടു. ആ കുട്ടികൾക്കൊക്കെ ബിഗ് സെലോട്ട്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്മകൾ ചെയ്യുക അല്ലെ? ആ നന്മയാണ് ഇവിടം വരെ എത്തിച്ച് ഇപ്പൊ ഇരുന്നത് അല്ലെ? അപ്പൊ ഇന്ന് വാലിബൻ കാണാം. ഞാൻ 2 പ്രാവശ്യം കണ്ടു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വന്നേനെ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. പല ആൾക്കാരും സിനിമയെ കുറിച്ച് മോശമായിട്ട് വരും. നമുക്ക് ഓരോരുത്തർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അവന് ഏറ്റവും ഇഷ്ടം ബിരിയാണി കഴിക്കാനല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കാം. എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടമല്ല. എനിക്ക് ചുമ്മാ 3 നേരം ചോറ് കഴിക്കാനാണ് ഇഷ്ടം. രാവിലെയും ചോറ് കഴിക്കണം, ഉച്ചയ്ക്കും ചോറും, വൈകുന്നേരം ചോറ് കഴിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ വന്ന് സുന്ദരനും എന്നെ ഇഷ്ടമല്ല. സുന്ദരനൊക്കെ രാവിലെ നല്ല ചിക്കനൊക്കെ കഴിക്കണമുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വെച്ചത് ഇതിപ്പം ഞാൻ ഇത് കേട്ടോ, സിനിമയ്ക്ക് പോവാ. എന്തായാലും നമ്മള് കഥകളിൽ നിന്നൊക്കെ മാറിപ്പോയി. ഇനി എന്ത് കഥ പറയാനല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞ കഥകളെ ഇനി എന്ത് ഇതിൽ കൂടുതൽ എന്ത് കഥ നമുക്ക് ആ പ്രേക്ഷകരെ കേൾപ്പിക്കാനുള്ളത്? വീട് വെക്കുന്ന കാര്യം സഭ ഏറ്റെടുത്തു എന്നുള്ള. സഭ ഏറ്റെടുത്തു, മാർത്തോമാ സഭ അല്ലെ? അത് വലിയൊരു കാര്യമല്ലേ? സ്ഥലമുണ്ടോ? അപ്പൊ സ്ഥലമൊന്നും ഇല്ല. അവര് ഞങ്ങളോട് ചോദിച്ചു എവിടെയാണ് വെക്കേണ്ട സ്ഥലം. അവര് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് വീട് വേണ്ട, ഫ്ലാറ്റ് മതി. കാരണം സെക്യൂരിറ്റി റീസൺസ് കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും പേര് വീട് ഒരിക്കലും പറ്റില്ല, ഒരു സാഹചര്യം അല്ല. അപ്പൊ അതുകൊണ്ട് ഫ്ലാറ്റ് ആകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ, സെക്യൂരിറ്റി ഉണ്ട്. ഞങ്ങളിപ്പോ പറഞ്ഞിപ്പോ വെച്ചിരിക്കുന്നത് കഴക്കൂട്ടത്താണ്. കാര്യം ഇവന്റെ സ്കൂൾ നമ്മുടെ മാജിക് പ്ലാനറ്റ് ഉണ്ടല്ലോ, അവിടെയാണ് ഇവനെ ഇനി വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ആ സ്കൂൾ ഏകദേശം അടുത്താണ്, കഴക്കൂട്ടത്ത് നിന്ന് കുറച്ച് പോയാൽ മതി. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിന്റെ ഒരു രീതിക്കാണ് കഴക്കൂട്ടത്ത് മതി എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് സഭ ഫുള്ള് ആലോചിച്ചിട്ട് തീരുമാനിച്ച് പറയാന്ന് പറഞ്ഞു. ഫ്ലാറ്റാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചത്. അതുമാവും. എല്ലാം ഉണ്ടായിട്ടും കിട്ടാതെ പോയതാണ് നമുക്ക് കുടുംബക്കാരിൽ നിന്നും. അവരൊക്കെ വരുമ്പോ കേട്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവരുടെ കല്യാണത്തിന് വിളിക്കണം കേട്ടോ. വിളിക്കണം, എല്ലാരും വിളിക്കണം. ഇപ്പൊ ഞാനിപ്പം ഈ 1 കോടിയിലൊക്കെ ഞാന് അമ്മയുടെ സൈഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഞാൻ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞതൊക്കെ അവര് അറിഞ്ഞു. അപ്പം ഇപ്പൊ അവർക്ക് കുറച്ചുകൂടെ കേറി ഇരിക്കുക. അങ്ങ് കേറിയേക്കോ? എവിടെ വരെ കേറുന്നു നോക്കാം നമുക്ക്. കുറച്ചുകൂടെ അവർക്ക് ദേഷ്യം വന്നിരിക്കുക. ദേഷ്യം വന്നോട്ടെ. ഉള്ളതല്ല പറഞ്ഞു, ഇല്ലാത്തൊന്നും പറഞ്ഞില്ല നമ്മള്. ഞങ്ങളെ മാറ്റി നിർത്തുവാ. ഇല്ലാത്തൊന്നും പറഞ്ഞില്ല നമ്മുടെ അടുത്ത്. ഇല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. അവര് പറയാ ഞങ്ങളെ ഇനി മാറ്റി നിർത്തുക, ഞങ്ങളെ ഇനി വേണ്ട. അല്ലെങ്കിലേ അവർക്ക് നമ്മുടെ അടുത്ത് ഒരു ഇതും ഇല്ല. ഇപ്പൊ ഒന്നും കൂടെ അത് പറഞ്ഞു. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണം വരുമ്പോൾ നമുക്ക് വിളിക്കാം, വേണമെങ്കിൽ വെക്കാനേ. കല്യാണം വരുമ്പോ ഒരു ചിരി ഉണ്ടല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് അത് പറയുമ്പോൾ നിങ്ങളുടെ ചിരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത് സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, സുരേഷ് ഏട്ടൻ ഫോണിലൊരു കാര്യം പറഞ്ഞു. നെഗില് കല്യാണം കഴിക്കണം, നമുക്ക് ഒരു പെൺകുട്ടിയെ കണ്ടെത്തണവരൊക്കെ സുരേഷ് ഏട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഇത് അറിഞ്ഞിട്ടില്ല, പ്രണയം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിപ്പോ സുരേഷ് ഏട്ടൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു. അല്ല അങ്ങനെ പറഞ്ഞു. ഞാൻ ചേട്ടൻ നമുക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഷെഫ്പിള്ളയായിട്ട് ഉള്ള കാര്യം അതും സഫലമാകുവാണ് അല്ലേ? കൊച്ചി കൊണ്ടുപോകാൻ അത് സഫലമായോണ്ടാണ് ഷെഫ്പിള്ളേനെ വിളിക്കാതെ. അല്ലെങ്കിൽ ഷെഫ്പിള്ള ചേട്ടനെ ഞാൻ വിളിച്ചാനെ. അതും സഫലമായല്ലോ. സഫലമാകാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കണം. ഇപ്പൊ 3 കാര്യമായിട്ടില്ല. അതിപ്പോ 3 കാര്യങ്ങളെ എന്നെ കൊണ്ട് കഴിയുന്നു. 4 കാര്യങ്ങൾ. ഒന്നിപ്പം സുരേഷ് വിളിക്കണം എന്ന് പറഞ്ഞു, ഇതുവരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ വിളിച്ചു. പിന്നെ ഇതൊന്ന് കാണണമെന്നുള്ളത് പറഞ്ഞു. പിന്നെ അമ്മ വന്ന കാര്യം പറയണമെന്നു, മമ്മി വന്ന കാര്യം അത് പറഞ്ഞു. പിന്നെ വാലിബൻ കാണുന്നുള്ളൂ, ലാലേട്ടന്റെ നടന വിസ്മയത്തിന്റെ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന സിനിമയ്ക്ക് പോകുന്നു. പിന്നെയുള്ള ആഗ്രഹം ലാലേട്ടനെ കാണണം. പിന്നെയുള്ള ആഗ്രഹം അഭിനയിക്കണം. പിന്നെയുള്ള ആഗ്രഹം ഈ മൊബൈൽ ഫോൺ. ചിലപ്പോ അവിടുന്ന് പൈസ കിട്ടാൻ വൈകിയാലും മൊബൈൽ ഫോൺ അതിന് മുമ്പ് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാൻ അത്രയും നല്ലത്. അതും ആരെങ്കിലും വരുമെന്ന് കൂടി. നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും മൊബൈലുമായിട്ട് ചിലപ്പോൾ വരും. ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കും. നമ്മൾ ചെയ്യുന്നതൊക്കെ പുണ്യമാണല്ലോ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് കിട്ടുന്നൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു ഭാവിയിൽ. അല്ലേ അമ്മേ? അങ്ങനെയല്ലേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് സാമ്പത്തികമായിട്ടായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കും. അതെന്റെ മക്കൾക്കാണ് കിട്ടുന്ന പുണ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാനും 2 മക്കളുടെ അച്ഛനാണ്, ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും. അപ്പൊ ഞങ്ങളും ഇങ്ങനെയൊക്കെ അനുഭവിച്ചു വരുന്നുണ്ട് അല്ലേ? ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിൽ നിന്നും എല്ലാം അനുഭവിച്ച കുടുംബം തന്നെ ഞാനും ഒരു മനുഷ്യനാണല്ലോ അല്ലേ? എല്ലാം തികഞ്ഞ ഒരാളില്ലല്ലോ ലോകത്ത്.
ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്, ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അവിടെയാണ് നമ്മുടെ യാത്ര വിജയിക്കുന്നെങ്കിൽ ആ നിഖിലിന്റെ യാത്ര അങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളോടെ നമുക്ക് നോക്കാം. മൊബൈൽ ഫോൺ ആരെങ്കിലും കൊണ്ട തട്ടേ, ദൈവമേ കൊടുക്കണേ ആരെങ്കിലും, മനസ്സലിയനെ. ആ പൈസ കിട്ടണവരെ നോക്കിയിരിക്കാൻ. ഒരു മൊബൈല് ഇപ്പൊ വിളിക്കണമെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കണം. അതായത് അവനൊന്ന് സമയപ്പോക്കിന് വേണ്ടി ഒരു ഗെയിം കളിക്കണമെങ്കിൽ മൊബൈലില്ല. അവനൊരു വാട്സാപ്പ് കൂട്ടായ്മ നോക്കാൻ മൊബൈലില്ല. അതൊക്കെ ഈ പ്രായത്തില് അതൊക്കെ ഓർക്കുമ്പോഴാണെങ്കിലേ നമുക്ക് സങ്കടം വരുന്നത്. എന്നാലും നിഖില് ഭയങ്കര മനക്കെട്ടിയുള്ള ആളാണ് അല്ലേ. നമുക്ക് ഈ ഇല്ലായ്മ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം നമുക്കിങ്ങനെ ജോളിയായിട്ട് പറഞ്ഞുകൊണ്ടാണ് നല്ല രസം. അല്ല ഇതല്ല നല്ല ഇപ്പം ആഗ്രഹങ്ങൾ പറഞ്ഞ ആരെങ്കിലും പടപെടാന്ന് ഇങ്ങനെ സംശയിച്ചു പോകുമ്പോ പറച്ചിലെല്ലാവരുടെ അടുത്തും പറഞ്ഞാണല്ലോ. എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേരുടെ അടുത്ത് ഈ കഥ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നവർക്ക് ബോറടിക്കും. നമുക്ക് അതുകൊണ്ട് കല്യാണ കഥയൊക്കെ ഞാൻ ചോദിച്ചാൽ അത് എനിക്കൊരു സന്തോഷം. നിഖിലിന്റെ ചിരിയാണ് ഇപ്പൊ. ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെയാ ഈ കഥകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് ഫുൾ കോമ്പൗണ്ട് കംപ്ലീറ്റ് അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാറായി മാറി. കുഞ്ഞ് ചെറിയ പിള്ളേർ വരെ ചോദിക്കും ഇത് മറ്റേ വീഡിയോയിലുള്ള ചേട്ടനല്ലേ. അപ്പൊ അങ്ങനെ വരെ പിള്ളേര് ചേട്ടൻ എന്തുവാ പറഞ്ഞേ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾ. ചേട്ടനെ കണ്ടു പക്ഷെ എന്തുവാ പറഞ്ഞേന്ന് അറിയത്തില്ല, ചേട്ടൻ മറ്റേ വീഡിയോയിലുള്ളതല്ലേ ഇതൊക്കെ. അങ്ങനെ ചെറിയ പിള്ളേർ തൊട്ട് എന്റെ ജൂനിയേഴ്സ് വരെ 11th അവര് വരെ എന്നെ എല്ലാവർക്കും ഫുൾ അറിയാം. ഇപ്പൊ ഞങ്ങളുടെ ആ കോമ്പൗണ്ട് ICC CBSE സ്റ്റേറ്റ് 3 ഉള്ള ഒരു ഒറ്റ കോമ്പൗണ്ടാ. അവിടെ 3 സ്ഥലവും എന്നെ കംപ്ലീറ്റ് അറിയാം. എല്ലാ ടീച്ചർമാർക്കും എല്ലാവർക്കും അറിയാം. ഒരു സൂപ്പർ സ്റ്റാറായി, ഒരു സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ഒരു നടനായി അല്ലേ എന്ന് പറയാം നമുക്ക്. അല്ല ഞാൻ ശരിക്കും ഒരു നടനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാര്യം എല്ലാ ഇമോഷൻസ് ഒതുക്കിയല്ലേ ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ. അതായത് ഉള്ളിലെല്ലാം വെച്ച് പുറത്ത് സന്തോഷം കാണിച്ചു അഭിനയിക്കുക തന്നെയായിരുന്നു ഇത്രയും കാലം. പൊട്ടിക്കരയുന്നത് എപ്പോഴാണ്? ഞാൻ ഭൂമിയിരുന്ന കരയാറ്, ഇവരുടെ മുമ്പിൽ കരയാറില്ല. കരഞ്ഞിട്ടുമില്ല, ഇന്നേ വരെ കരഞ്ഞിട്ടില്ല. ഭൂമിയിരുന്ന് ഇപ്പൊ അത്രയ്ക്ക് എന്റെ കൈ വിട്ടു പോയാൽ ചിലപ്പോൾ ഞാൻ അങ്ങ് അറിയാണ്ട് മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇല്ലാന്നൊന്നും പറയുന്നില്ല. എവിടെയെങ്കിലും ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. സത്യം എനിക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, അറിയില്ല. അപ്പം എനിക്ക് അങ്ങനെ വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തിട്ടില്ല. തോന്നിയിട്ടുണ്ട്, ചെയ്തിട്ടില്ല. അവിടെയും ആത്മബലം കിട്ടി അല്ലേ? അവിടെയും ദൈവം എന്നെ താങ്ങി നിർത്തി. അത് ചെയ്യേണ്ടി വന്നു. ഞാനില്ലാതെ എന്റെ അമ്മയ്ക്കാര് എന്റെ അപ്പുനാര് ആ ഒരു മനസ്സ് വന്നു ആ സമയത്ത്, ചിന്ത പോയെങ്കിലും. അപ്പൊ അതുകൊണ്ട് ജീവിച്ചു. അല്ലെ അപ്പോഴേ ഞാൻ അത് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യണമായിരുന്നു. ഇവരെന്തായാലും വല്ലാണ്ട് ഒറ്റയ്ക്കായി പോയത് ഇവരൊക്കെ. അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു ജീവിതം. നിഖിലും കൂടെ പോയാൽ ഇവരെന്ത്? എല്ലാരും ഉണ്ട് പക്ഷെ ആരുമില്ല. അവിടെയാണ് നിഖിലിന്റെ കരുത്ത്. ആ ഒരു ചിന്താഗതി എന്ന് അമ്മ പറയുന്നത് ദൈവമുണ്ട് നമ്മുടെ കൂടെ, നമ്മ എപ്പോഴും പറയുമല്ലേ. ആ ദൈവമാണ് നിഖിലിനെ അതിൽ നിന്ന് മാറ്റിയത്. നമുക്ക് എന്തെങ്കിലും കടുങ്കി ആത്മഹത്യ ചെയ്യുന്ന ഒരു നിമിഷത്തിൽ ചിന്താഗതി, ആ സമയത്ത് ടോന്നൊന്ന് ഒച്ച കേട്ടാൽ നമ്മൾ അതിൽ നിന്ന് തിരിയുമെന്നാണ് പറയുന്നത്. ഒരു സൗണ്ട് കേട്ടാൽ അത് ദൈവമായിട്ട് വന്നു. നമ്മളൊന്നും ഇത്ര പ്രതിസന്ധിയിലൂടെ പോയിട്ടില്ല. ആ പ്രതിസന്ധിയിൽ നമ്മളൊക്കെ പോയാൽ ഇപ്പം മോൻ പറഞ്ഞല്ലോ മരിക്കണം, നമ്മളൊക്കെ മരിച്ചു പോയാണ് ചിലപ്പോൾ. എല്ലാരും അതാ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ആ നിഖിലിൽ നിന്നും നമുക്കൊരു പ്രചോദനമല്ലേ കിട്ടുന്നത് അല്ലേ? എത്രയോ ആഗ്രഹങ്ങൾ വേണ്ടാതെ വെച്ചു. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ പോലും കൂട്ടുകാരുടെ കൂടെ. ഇന്ന് സിനിമയ്ക്ക് പോകാമെന്ന് തോന്നുന്ന മമ്മിയുണ്ട്, മറ്റൊരു മമ്മിയും കൂടെ ഉണ്ട് ഇവിടെ അല്ലേ? അല്ലെങ്കിൽ തോന്നുവോ? ഇല്ല. നമുക്ക് ടീച്ചറിനെ ഒന്ന് വിളിക്കണ്ടേ? ആ ടീച്ചറിനെ ഒന്ന് വിളിക്കണം. ടീച്ചറിനെ ഒന്ന് വിളിക്കാം. ഒന്ന് സ്പീക്കറിലൊന്നും പറഞ്ഞു ടീച്ചറോട് എനിക്കൊന്ന് സംസാരിക്കാം. സ്പീക്കറിലിടാൻ മോനൊന്ന് വിളിച്ചേ. ഹായ് മാം. ഹായ്. ഗുഡ്. നിഖിൽ is there. ഒരു ക്യാമറ ഇല്ലില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. 15-ാം തീയതി. മാം ഞാന് ഒരാൾക്ക് കൊടുക്കാം. ഹലോ മാം. ഹലോ, എന്റെ പേര് ഹൈദർ അലി. ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. ഇവിടെ വന്നിരുന്നപ്പോ തൊട്ട് അമ്മയും നിഖിലും പറഞ്ഞ ടീച്ചറിന്റെ കാര്യമാണ്.
ഞാൻ അവനെ കുഞ്ഞു ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, ഗ്രേഡ് 4 ലെക്കോൾ ചെമ്പകയില്. ഞാൻ ആ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോ അവൻ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവനെ വന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു. ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിരുന്നു ക്ലാസ്സില്. അപ്പോ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ആക്റ്റീവാണ്. അപ്പൊ ഞാൻ പിടിച്ച് എന്റെ അടുത്ത് നിർത്തും, അതായത് എന്റെ ടേബിളിന്റെ അവിടെ നിർത്തും. പേപ്പർ ബുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ അവൻ ഭയങ്കര സംശയങ്ങളും ഭയങ്കര ആക്റ്റീവ് ഒരു കുട്ടിയായിരുന്നു അവൻ, വെരി ചപ്പി. അപ്പൊ എന്നോട് പറയുന്ന കാര്യമുണ്ട്, അമ്മയ്ക്ക് എന്റെ ബ്രദറിനോടാണ് ഇഷ്ടം കൂടുതൽ. അപ്പൊ ഞാൻ പറയും, മോനെ അതല്ല, അത് അവൻ കുഞ്ഞല്ലേ, നീ അവന്റെ ചേട്ടനല്ലേ, മൂത്തതല്ലേ, അപ്പം നീ അമ്മയുടെ കൂടെ അവനെ നോക്കേണ്ട നീ കൂടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അവൻ ആ പ്രായത്തിൽ അത് ഉൾക്കൊണ്ടു എന്നുള്ളൊരു സാധനം ഉണ്ട്. പക്ഷെ എനിക്കറിയില്ല അവന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ വീട്ടിലെന്താണെന്നൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് കുട്ടികളുമായിട്ടും പേരൻസുമായിട്ടും അധികം അറ്റാച്ച്ഡ് ആവാൻ പാടില്ല, കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മള് പക്ഷെ ഇവരെല്ലാം പറയും എന്നോട് വന്ന്, കേൾക്കുമായിരുന്നു. പൊതുവെ ഞാൻ കുട്ടികളുമായിട്ടൊരു അവരുടെ തലത്തിൽ ചിന്തിക്കുന്ന ഒരു ടീച്ചറാണ്. സോ അപ്പം അങ്ങനെ അതാണ് എന്റെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്റെ വീട്ടിൽ എന്റെ അടുത്ത് ക്ലാസ്സിന് വരാറുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് സ്കൂൾ ഡിസ്കണ്ടിന്യൂ ചെയ്തപ്പോൾ അവനും എനിക്ക് തോന്നുന്നു ആ വർഷം 2 വർഷം കഴിയുമ്പോൾ പോയി തോന്നുന്നു. പിന്നെ ഞാൻ അറിയുന്നില്ല. പിന്നെ അവൻ ട്യൂഷൻ വരികയാണ് വീട്ടില്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പലപ്പോഴും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും, അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാകുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പക്ഷെ ഈ പ്രാവശ്യം ഇതൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ അറിഞ്ഞത് ആ വീഡിയോ കണ്ടപ്പോഴാണ്. ഞാൻ ഞെട്ടി, ഇതിന്റെ നിഖിലാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. കാരണം എന്റെ മോനും ഇതേ പ്രായമാണ്. അപ്പോ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അവൻ ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവന്റെ ആഗ്രഹങ്ങളും ആ പ്രായത്തിൽ അവന് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവന് കിട്ടിക്കൊണ്ടിരുന്ന എന്താണെന്നൊക്കെ പറഞ്ഞത് കേട്ട് എനിക്ക് ഭയങ്കര ടച്ച്ഡ് ആയിട്ട് ഞാൻ വിളിച്ചിട്ട്, അപ്പം ഞാൻ അമ്മയുമായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വർത്താനം പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല അവര്. അപ്പൊ നമ്മള് ടീച്ചറിനെയും വിളിച്ചു. ടീച്ചറിനെ ഇതുവരെ വിളിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇല്ല ഇല്ല, ടീച്ചർ ഇങ്ങോട്ട് ഗിഫ്റ്റ് ഒക്കെ, ഒരു ബക്കറ്റ് ബിരിയാണി ആദ്യത്തെ ദിവസം തന്നെ ഇവന് ഒരു ബക്കറ്റ് ഫുൾ ബിരിയാണിയാണ് ബാംഗ്ലൂരിൽ നിന്ന് സൊമാറ്റോ വഴി കൊടുത്തു വിട്ടു. അപ്പം ടീച്ചറെ ഇപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ വൈറലായി വൈറലായപ്പോഴാണ് വിളിച്ചു തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ വീഡിയോ കോളിലും വിളിച്ചു, നമ്മളെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തു. ഇതുവരെ ടീച്ചർ ഫ്രണ്ടിൽ വന്നിട്ടില്ലല്ലോ. ഇവിടെ നേരിട്ട് കണ്ടില്ല. ഇപ്പോഴല്ല ടീച്ചറിനെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ലേ, പ്രേക്ഷകരുടെ മുമ്പിൽ കുറെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയല്ലേ. നിങ്ങള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞല്ലേ, ഒറ്റയ്ക്കല്ല, കേരളത്തിലെ മലയാളികൾ സ്നേഹിക്കുന്ന മലയാളികളെല്ലാം നിഖിലിന്റെ കൂടെ ചേട്ടനായിട്ടും അനിയനായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും പെങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. അതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? അപ്പൊ നമുക്ക് പോയതെല്ലാം തിരിച്ചു കിട്ടിയതുപോലെ അല്ലേ? അമ്മയ്ക്ക് എപ്പോഴും സങ്കടമാണല്ലേ? ഇപ്പോഴാണ് ആൾ ഈ ന്യൂസൊക്കെ ഒന്ന് വൈറലായപ്പോഴാണ് ഹാപ്പി ആയത്. അതുവരെ ഇങ്ങനെ പ്രാർത്ഥനയും സങ്കടവും കരച്ചിലും ഇത് തന്നെയായിരുന്നു, ഡെയിലി റുട്ടീൻ പോലെ തന്നെയായിരുന്നു. എപ്പോ നോക്കിയാലും കരയുക, പ്രാർത്ഥിക്കുക. എനിക്ക് പ്രാർത്ഥനയൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു ഫസ്റ്റിലൊക്കെ. ഇങ്ങനെ ദൈവമൊക്കെ കൂടെ ഉണ്ടോ എന്നൊക്കെ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട്. കാര്യം അമ്മ എപ്പോഴും പറയും നല്ല സമയം വരും, നല്ല സമയം വരും. ഇത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ്. കാരണം ഒരു നല്ല സമയം വന്നിട്ടില്ല. എപ്പോ ഒരു ദിവസം ഇപ്പൊ ഇന്നൊരു കഷ്ടപ്പാടാണെങ്കിൽ നാളെ ഇതിന്റെ ഇരട്ടിയായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം അത് വെച്ച് പിന്നെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായല്ലോ ദൈവം ഉണ്ടെന്നതാണ്. ഇപ്പൊ ഉറപ്പിച്ചല്ല വിശ്വാസം. അമ്മ എന്ന് പറഞ്ഞു ഒരു നാൾ ദൈവം വരുമെന്ന്. അത് ആരുടെയും രൂപത്തിൽ വരാം. ന്യൂസ് 8 ആ പെൺകുട്ടിയുടെ രൂപത്തിൽ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ആരും ചിലപ്പോൾ ഒരു ചാനലിന്റെ പേര് പറഞ്ഞു വന്നിരിക്കില്ല. ഞാൻ പറയും ആ പെൺകുട്ടിയുടെ രൂപത്തിലാണ് ദൈവം വന്നത് അല്ലേ? അതിനുശേഷം പല ആളുകളും ദൈവത്തിന്റെ രൂപത്തിൽ വന്നു സഹായിക്കാൻ. ആദ്യം ഒരു ദൈവം വന്നല്ലോ. അതാണ് അമ്മ പറഞ്ഞത്, ദൈവവിശ്വാസം വേണമെന്നുള്ളത്. മാനസിക രീതിയിൽ അങ്ങനെ തന്നെ ചിന്തിച്ചു പോകും. അതിൽ നിന്ന് മാറിയപ്പോൾ അല്ലേ അപ്പൊ അവനെ എന്നെ വന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. സമയമല്ലോ അമ്മയെന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ ബൈബിൾ വായിക്കും, വചനം എഴുതും, വചനങ്ങളൊക്കെ വായിക്കും. അവന് ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട്, അതൊന്ന് പറഞ്ഞു. ഏതാണ് മോനെ? ഞാൻ മറുപടി നൽകി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഞാൻ മറുപടി നൽകി സ്വർഗത്തിലെ ദൈവങ്ങൾ ഞങ്ങൾക്ക് വിജയം നൽകും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ആ വിജയം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അല്ലെ? എഴുതും, ഇങ്ങനെ 33 പ്രാവശ്യം എഴുതും. ഇനിയിപ്പം ആഗ്രഹങ്ങൾ പറഞ്ഞായിരുന്നു. ആഗ്രഹം വെച്ചാൽ ഷെഫ് ആകണമെന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞത്, പഠിച്ച് അല്ലെ? അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെന്താ അങ്ങനെ ആകുന്നത്? ഈ ആഹാരത്തിനുള്ള പ്രിയമാണോ? ആഹാരം ഇഷ്ടം.
നമ്മുടെ നല്ല പ്രായത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിന്റെ ആണോ? അതുമാണെന്ന് പറയാം. പിന്നെ അല്ലാതെ തന്നെ ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. രണ്ടും ആഹാരത്തോട് നല്ല ക്രൈസ്. അങ്ങനെ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബിരിയാണി. ഭയങ്കര. ഏത് ബിരിയാണി ഇഷ്ടം? ഏതായാലും കഴിക്കും. ബിരിയാണി വേണമെന്നുള്ളൂ. ബിരിയാണി വേണമെന്നേ ഉള്ളൂ. മട്ടൺ ആയാലും ബീഫ് ആയാലും ഒന്നും കുഴപ്പമില്ല, ചിക്കൻ ആയാലും. മന്തി കഴിക്കോ? മന്തി കഴിക്കും. അല്ലേ? മന്തി ഒരു പാത്രം ഫുള്ളിട്ട് എന്നാലും കഴിക്കും. അത്ര ഇഷ്ടമാണ്. നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ ഒരു പാട്ട്, എനിക്കുള്ള ഒരു പാട്ട് പാടുന്നുണ്ട്. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ, അതാണോ? നാവുകൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക്. ആ പാട്ടാണോ? ആ, ദൈവസ്നേഹം എന്താന്ന് വെച്ചാല് അങ്ങനെയല്ല പാട്ട്. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോലെ, അങ്ങനെയല്ല പാട്ട്. ഞാൻ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്, എനിക്ക് മറന്നുപോയി. അതെയാ? ഞാൻ ഇതൊക്കെ നോക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ ആ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ലല്ലോ. ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ എന്റെ ഓർമ്മയിലൂടെയൊക്കെ. അത് പാടി അവസാനിപ്പിക്കാം നമുക്ക്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നതോ എനിക്ക് ഇങ്ങനെ വിഷയം അതിൻ്റെ ഇത് എൻ്റെ അമ്മയുടെ സ്ഥാനം, എൻ്റെ അനിയൻ്റെ, എൻ്റെ മോൻ്റെ സ്ഥാനം, ഇത് മറ്റൊരു മോൻ്റെ സ്ഥാനം. ഈ കുടുംബത്തിൽ ഞാനും ഇങ്ങനെ നമ്മൾ ഈ കുടുംബത്തെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ ഇവർക്ക് എവിടെ എത്തണമെങ്കിലും എത്തിക്കാൻ മലയാളികളായ എവിടെ ഉള്ള മലയാളികൾക്കും കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഭക്തിഗാനം. ആ ഭക്തിഗാനം പോലെ തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ, എന്നും സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ ഉണ്ടാകട്ടെ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാണ്. പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കില്ല. ലാലേട്ടനെ കാണണം, സിനിമയിൽ അഭിനയിക്കണം, ഒരു ഐഫോൺ കിട്ടണം. ഇതെല്ലാം സാധിച്ചു തരാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, നന്ദി.